എൻ്റെ പേര് മോളി എബ്രഹാം. ഞാൻ എറണാകുളത്തു നിന്ന് വരുന്നു. ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾത്താരിൽ സാക്ഷ്യം പറയാൻ എനിക്ക് ഭാഗ്യം നൽകിയതിന് ഞാൻ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എനിക്കിവിടെ പറയാനുള്ളത് എൻ്റെ ജീവിതത്തിൽ നടന്ന 2-3 അത്ഭുതങ്ങളെ കുറിച്ചാണ്. അതിൽ ആദ്യം പറയാനുള്ളത് എൻ്റെ മകന് നൽകിയ ദൈവമാതാവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചാണ്. അവന് ജോലിയൊന്നുമില്ലാതെ ഇരിക്കുന്ന സമയത്താണ് കാനഡയിൽ പഠിക്കാൻ പോകാനായിട്ട് ഒരവസരം വന്നത്. ഞങ്ങൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോഴത്തേക്കാണ് 2019 കൊറോണ വന്നത്. പൈസയും അടച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കൊറോണ കൂടിയത് കാരണം ഞങ്ങളത് ക്യാൻസലാക്കി അത് വേണ്ടാന്ന് വെച്ച് ഞങ്ങൾക്ക് വളരെ നഷ്ടം പൈസയ്ക്കൊക്കെ ഉണ്ടായി. അങ്ങനെ അത് പോകുന്നില്ല എന്ന് തീരുമാനിച്ച് വെച്ചു. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അതെൻ്റെ മോൻ അവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഉടമ്പടിയിൽ തന്നെയായിരുന്നു അവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതും. അതിനുശേഷം ഇതിനെക്കുറിച്ച് ഞങ്ങളത് വിട്ട് കളഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഇതിനെക്കുറിച്ച് യാതൊരു മുൻപോട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ലായിരുന്നു. 2021 ആയപ്പോഴത്തേക്കും ജനുവരി 15 ആയപ്പോഴത്തേക്കും അവന് സെലക്ഷൻ കോളേജിലേക്ക് പഠിക്കാൻ പോകാനുള്ള സെലക്ഷൻ കിട്ടിക്കൊണ്ട് അവിടുന്ന് ഓഫർ ലെറ്റർ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമാണ് തോന്നിയത്. കാരണം ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നല്ലാതെ അതിനുവേണ്ട ഒരു കാര്യവും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ ഏജൻസി തന്നെ മുൻകൈ എടുത്ത് അതിൻ്റെ കാര്യങ്ങളും പേപ്പർ വർക്കുകളും എല്ലാം നടത്തുന്നുണ്ടായിരുന്നു. നമ്മളത് അറിയുന്നുണ്ടായിരുന്നില്ല. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിനുശേഷം വീണ്ടും അതിൻ്റെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു. ഏപ്രിൽ 23 പോകാനുള്ള ടിക്കറ്റും എല്ലാം ശരിയായി. അപ്പോഴത്തേക്ക് വീണ്ടും കൊറോണ കൂടി പോകാനുള്ള തടസ്സങ്ങളൊക്കെ വന്നു. അപ്പം മോന് ഭയങ്കര നിരാശയായി, പോകാൻ പറ്റത്തില്ല എന്നുള്ള ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ദൈവകൃപയാൽ 23 വെളുപ്പിനെ 4 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അന്നാണ് ഞങ്ങൾ താമസിച്ചതിൻ്റെ അവിടം ലോക്ക്ഡൗൺ ആവുകയും ചെയ്തു. അവിടുന്ന് പോകാനൊന്നും പറ്റാത്തൊരു സാഹചര്യമായി. രാത്രി അവൻ എന്തായാലും 12 മണി ആയപ്പോഴത്തേക്കും എയർപോർട്ടിൽ പോയി എല്ലാ കാര്യങ്ങളും ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറി ഇരുന്നപ്പോഴത്തേക്കും അവന് മെസ്സേജ് വന്നു. ഒരു 3:50 ആയപ്പോഴത്തേക്കും ഫ്ലൈറ്റ് വിടത്തില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഒരു ഫ്ലൈറ്റും കാനഡയിലേക്ക് എടുക്കത്തില്ല, അതുകൊണ്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ മെസ്സേജ് വന്നു. അവന് വളരെ സങ്കടമായി. ഞാൻ ആ സമയത്ത് 3:50 ആയപ്പോഴത്തേക്ക് അവനെ വിളിച്ചപ്പോൾ പറഞ്ഞു, മമ്മി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, പോകാൻ പറ്റുകയില്ലെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, സഞ്ചാരി മാതാവ് നിൻ്റെ കൂടെ ഉള്ളത്തോളം കാലം നിൻ്റെ കൂടെ ഇരിക്കുന്നവരെല്ലാം ഭാഗ്യം ചെയ്തവരാണ്. കാരണം നിൻ്റെ കൂടെ മാതാവ് ഉള്ളിടത്തോളം കാലം നിനക്കും ആ കൂടെ ഇരിക്കുന്നവർക്കും എവിടെ പോകണോ അവിടെ നിന്നെ മാതാവ് എത്തിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, ആ ഒരു ഫ്ലൈറ്റ് മാത്രമേ അന്നത്തെ ദിവസം നമ്മുടെ ഈ കേരളത്തിൽ നിന്നും പോയിട്ടുള്ളൂ. വേറെ പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ലോക്ക്ഡൗൺ കാരണം എയർപോർട്ടും എല്ലാം അടച്ചായിരുന്നു. അവന് മാത്രം അന്ന് ആ ഒരു ദിവസം ആ ഫ്ലൈറ്റ് പോയതുകൊണ്ട് എൻ്റെ മകനെ സുഖമായിട്ട് കാനഡയിൽ എത്തിച്ചേരാനും ബാക്കിയുള്ള കാര്യങ്ങൾ ക്വാറൻറ്റൈനായിരുന്നു. അവിടെ ചെന്നിട്ട് ഹോട്ടലിൽ താമസിച്ച് ക്വാറൻറ്റൈനിലൊക്കെ ആയിരുന്നു. എങ്കിലും അവന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനും പഠിക്കുവാനും അതുപോലെ ജോലി കിട്ടാനും ഒന്നിനും ഒരു തടസ്സം ഉണ്ടായില്ല. എല്ലാ കാര്യങ്ങളും അവൻ്റെ മുൻപോട്ട് നടന്നതാണ്. അതിന് മാതാവിന് ഞാൻ 1000 നന്ദി പറഞ്ഞു. രണ്ടാമത് പറയാനുള്ളത് എൻ്റെ മകളുടെ കാര്യമാണ്. ഈ ഡിസംബർ 27 എൻ്റെ മകള് ഇവിടെ UK പോയി. ഇന്നലെ ഇന്നൊരു മാസമായി. ഇന്നലെ അവളുടെ ശമ്പളം വന്നു. അവൾക്കും പോകുന്നതിനൊന്നും ഒരു കാര്യത്തിനും ഒരു തടസ്സവും വന്നില്ല. ഇടയ്ക്ക് അവിടെ ഒരു സർട്ടിഫിക്കറ്റ് കാണാതായിപ്പോയി. ആ സർട്ടിഫിക്കറ്റ് കാണാതായപ്പോൾ മാതാവിൻ്റെ കൃപയാൽ മാതാവ് തന്നെ എൻ്റെ മനസ്സിൽ പറയുന്നു, നീ അവിടെ വെച്ചിടത്ത് അവിടെ കാണും എന്ന് പറഞ്ഞു. അതെനിക്ക് മാതാവിൻ്റെ കൃപയാൽ ഞാൻ ആ ബോക്സിൽ നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ അകത്തിരുന്ന് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടി. പേപ്പറെല്ലാം പെട്ടെന്ന് തന്നെ ശരിയാക്കി. അവൾക്ക് ഡിസംബർ 27 പോകാൻ പറ്റി. ഇന്നലെ സാലറി വന്നു. ഇന്ന് ഇവിടെ ഈ ഒരു മാസം തികഞ്ഞാന്ന് എനിക്ക് വന്ന് സാക്ഷ്യം പറയാനും സാധിച്ചു. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഇവിടുത്തെ വിശുദ്ധ തൈലം കൊണ്ട് എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ അനുഗ്രഹമാണ്.
പുള്ളിക്കാരനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. മുട്ടിൽ ചെന്നിടിച്ച് സ്കൂട്ടറിൽ നിന്ന് വീണിട്ട് മുഴുവൻ ഫ്ലൂയിഡ് വന്ന് കെട്ടിക്കിടന്നു മുട്ടുകാലയിൽ. അത് പിന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ വിടത്തില്ല, വിശുദ്ധ തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി 3-4 ദിവസം അടുപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ആ ഫ്ലൂയിഡ് ഇങ്ങനെ കെട്ടി ഇങ്ങനെ ഒരു ബൾബ് പോലെ തൂങ്ങിക്കിടക്കുമായിരുന്നു. ഞാനൊരു 3-4 ദിവസം ഇത് തേച്ച ശേഷം തേനും വായിലൊഴിച്ച് കൊടുത്തു. ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ഞങ്ങൾ 2 പേരും പക്ഷെ അതിനെക്കുറിച്ച് മറന്നുപോയി. കാലൊന്നും എടുത്ത് വെച്ച് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്താണെന്നറിയത്തില്ല. 3-4 ദിവസം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ആ ഫ്ലൂയിഡും കാണാനില്ല, കാലിനൊരു കുഴപ്പവുമില്ല. ഇതുവരെ ഇപ്പോൾ ഒരു 2-3 വർഷത്തോളമായി യാതൊരു കുഴപ്പവുമില്ല. കാലിന് നല്ല പെയിൻ ഉണ്ടായിരുന്നു, അതെല്ലാം മാറിക്കിട്ടി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ ഒരു മരിയം ഭക്തയായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കാനും അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാനും ഞങ്ങൾ കുടുംബസമേതം എല്ലാവരും, ഞങ്ങൾ 5 പേരുണ്ട്, ഞങ്ങളെല്ലാവരും അത് ചെയ്യുന്നുണ്ടായിരുന്നു. ഭക്ഷണം മേടിച്ചു കൊടുക്കും. പിന്നെ മറ്റുള്ളവരെ ആർക്ക് എന്ത് സഹായം ചെയ്യുന്നതിന് ഞങ്ങൾക്കൊരു മടിയുമില്ലായിരുന്നു. അത് ഞങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അത് ഇനിയും തുടരുമെന്ന് തന്നെ ഞാൻ അമ്മയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നു. പിന്നെ ദൈവചിന്തയിലൂടെ കൂടുതൽ മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് കൂടുതൽ വചനത്തിലേക്ക് അടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണുന്നുണ്ട്. ബൈബിൾ വായിച്ചില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം വരത്തില്ല. അത് വായിച്ച് ജപമാലയും ബൈബിളും വായിച്ച് തീരുന്നിടം വരെ എനിക്ക് മനസ്സ് അസ്വസ്ഥമായിരിക്കും. അയ്യോ ചൊല്ലിയില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ മാതാവിലേക്കും യേശുവിലേക്കും കൂടുതലായിട്ട് അടുക്കുവാൻ എനിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവമാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്ക് കൂടുതൽ വചനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ മക്കളും ദൈവകൃപയിലൂടെ തന്നെയാണ് നടന്നു പോകുന്നത്. അതിന് ദൈവമാതാവിനും തിരുക്കുമാനും 1000 നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച സാക്ഷ്യം ആണിപ്പം 3-4 കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മകൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. അതൊക്കെ പത്രത്തിലുമൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പെട്ടുള്ള ഒന്നാണ്. അന്ന് ഈ കൊറോണ സമയത്തുണ്ടായ. അപ്പം സാഹചര്യങ്ങൾ പലതായിരിക്കാം, പക്ഷേ മകൻ അമ്മേനെ വിളിച്ച് പറയുന്നുണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, ഇത് ഡിലേ ആകാനോ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥിച്ചപ്പം അമ്മ ഒരു സഞ്ചാരി മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതും കാര്യങ്ങളെല്ലാം അത്ഭുതകരമായിട്ട് ക്രമപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം. അപ്പോൾ ആ മകനും ഈ വിശ്വാസത്തിൻ്റെ അമ്മയുടെ പ്രാർത്ഥനയിൽ വിശ്വാസം ഉണ്ട്. ഒപ്പം തന്നെ അമ്മയ്ക്കും പറയുവാനായിട്ട് അല്ലെങ്കിൽ ബോധ്യത്തോടെ പറയുവാനായിട്ട് ഒരു വിശ്വാസത്തിൻ്റെ ആഴം ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം ഈ പ്രാർത്ഥിക്കുന്നവരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നതും ഇവർക്ക് ലഭിക്കുന്നൊരു വല്ലാത്തൊരു കോൺഫിഡൻസ് എന്നോ അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസത്തിൻ്റെ ആഴമെന്നോ ഒക്കെ പറയുന്നത്. ഇപ്പം ഒരുപാട് സാക്ഷ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. നീ പേടിക്കണം, മുന്നോട്ട് പോക്കും, മാതാവ് എന്തെങ്കിലും. അപ്പോൾ ഇങ്ങനെ പറയാനായിട്ട് എങ്ങനെ സാധിക്കുന്നു എന്നുള്ള ചോദ്യത്തിനാണ് ഇവർ എത്രത്തോളം ഈ ഉടമ്പടി വിശ്വസ്തയോടെ ജീവിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതിൻ്റെ ഭാഗം നമ്മൾ കേൾക്കേണ്ടത്. എല്ലാ സാക്ഷ്യത്തിലും തന്നെ ചുരുങ്ങിയും വലിയ രീതിയിലൊക്കെ അത് പറയുന്നുണ്ട്. അപ്പം വ്യക്തമായിട്ട് ഈ പ്രാർത്ഥനകൾ പിന്തുടരാനായിട്ട് സാധിച്ചു. ഒപ്പം തന്നെ ഒരു ദൈവവചനം വായിക്കുവാനൊരു അഭിഷേകം ലഭിച്ചു എന്നും സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നടക്കുമ്പോൾ ഉറപ്പായിട്ടും വചനം ഉദരത്തിൽ വഹിച്ച് ലോകത്തിന് നൽകിയ പരിശുദ്ധ അമ്മ വചനം പൂർണ്ണമായി പാലിച്ച് ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പെർഫെക്റ്റ് ഡിസൈബിൾ എന്ന നാമധേയമുള്ള പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മയോട് ചേർന്നുള്ള യാത്രയിൽ ഉറപ്പായിട്ടും ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവർക്കെല്ലാം ലഭിക്കുന്ന ആദ്യത്തെ അഭിഷേകം ഈ വചനത്തിൻ്റെ അഭിഷേകമായിരിക്കും. അതും ഈ സാക്ഷ്യത്തിനോടൊപ്പം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പം ജീവിത പങ്കാളിക്ക് ലഭിച്ചപ്പം ഒരു വ്യക്തമായിട്ടൊരു വ്യക്തിയെ ഇങ്ങനെ വിശ്വാസത്തിൽ ആഴപ്പെടുത്താനായിട്ടുള്ള അനുഭവമായിട്ടാണ് ഈ സാക്ഷ്യം പറഞ്ഞത്. ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പം ദൈവം ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട്, അടയാളങ്ങൾ കൊണ്ട്, പരിശുദ്ധമ്മയുടെ സാന്നിധ്യം കൊണ്ട് ഈ വിശ്വാസത്തെ ആഴപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ലെവിന ഫിലിപ്പ്. ഞാൻ മാവേലിക്കരയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് മാർച്ച് 2022 ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സംഭവം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് പ്രകാരമാണ്. ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രെയറിലൂടെയായിരുന്നു ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥന തുടങ്ങിയത്. 2021 ജാനുവരി മാസത്തിൽ ഞാൻ ഗർഭിണിയായി. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് കോവിഡുമായി, 3ാമത്തെ തവണത്തെ കോവിഡായിരുന്നു.
ഫസ്റ്റ് സ്കാനിങ്ങിലാണ് മനസ്സിലായത് 2 കുട്ടികളുണ്ടെന്നും അതിൽ ഒരു കുട്ടിക്ക് കുട്ടി കിടക്കുന്ന സാക്കിനകത്ത് ബ്ലീഡിങ് ഉണ്ടെന്നും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രതീക്ഷയ്ക്ക് വളരെ കുറവാണ്, നന്നായി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു നീ നന്നായിട്ട് പ്രാർത്ഥിക്കും മാതാവിൻ്റെ അടുത്ത്. ഞാൻ ഉടമ്പടി എടുത്തു, എനിക്ക് പലതിലും സൗഖ്യം കിട്ടി, നീയും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വരുന്ന ദിവസങ്ങളിലെ സ്കാനിങ്ങിൽ അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. എങ്കിൽ 5-ാം മാസത്തെ സ്കാനിങ് എടുത്തപ്പോൾ ഒരു നേർരേഖ പോലും ഉണ്ടായിരുന്നില്ല ബ്ലീഡിങ് ഉള്ളതായിട്ട്. പിന്നെ അതിനുശേഷം 8-ാം മാസത്തിൽ ഇവർ ട്വിൻസ് ആയത് കാരണം സിസേറിയൻ ചെയ്യേണ്ടി വന്നു. അപ്പോഴാണ് അറിയുന്നത് കുഞ്ഞിന് ഒരു കുഞ്ഞിന് തീരെ വയ്യ, മോൾക്കായിരുന്നു വയ്യാതിരുന്നത്, വയറിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുക്കാനിടയായി. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. സ്ഥിരമായിട്ട് ഇവിടുന്ന് കിട്ടിയ തൈലം ഉപയോഗിച്ച് വയറ്റിൽ പുരട്ടി പ്രാർത്ഥിച്ചു. 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞ് സൗഖ്യം പ്രാപിച്ചു, കുഞ്ഞിനെ കൈ കിട്ടാനിടയായി. അങ്ങനെ അവൾ സൗഖ്യം പ്രാപിച്ചു. പിന്നെ അതിനുശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാം, പ്രാർത്ഥിച്ചോളാം, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ വരാനിരിക്കുകയാണ് മോന് ഒരു ഫിസ്റ്റുലയുടെ പ്രശ്നമുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല അത് ഫിസ്റ്റുലയാണെന്ന്, ഡോക്ടേഴ്സിന് മനസ്സിലായില്ല. പിന്നെ പുഷ്പരി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാനിടയായി. അങ്ങനെയാണ് പറയുന്നത് കുഞ്ഞിന് ഫിസ്റ്റുലയാണ്, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, പക്ഷേ ഇത് പഴുത്തിരിക്കുന്ന സമയത്ത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളെന്ന്. പക്ഷേ ശനി ഞായർ ദിവസങ്ങളിലാണ് എല്ലാ മാസത്തിലും വരുന്നത് കാരണം കുഞ്ഞിന് അങ്ങനെ സർജറിയുടെ കാര്യം ഒന്നും തീരുമാനിക്കാനിടയായില്ല. മാതാവിനോട് പ്രാർത്ഥിച്ചു, ഉപ്പ് വെച്ച് ആ പഴുത്ത് വരുന്ന ഭാഗത്ത് ഉപ്പ് വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരു 4-5 മാസത്തിന് ശേഷം പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ കുഞ്ഞിന് 1.5 വയസ്സാവുന്നു, പക്ഷേ ഇതുവരെ ആ ഫിസ്റ്റുലയുടെ പ്രശ്നമോ സർജറി ചെയ്യേണ്ടതോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാനൊരു നേഴ്സാണ്. 2018 മുതൽ എനിക്ക് നെർവ് കംപ്രഷൻ്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഞാൻ മാതാവിനോട് തൈലം നടുവിന് പുരട്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ നിമിഷം വരെ എനിക്ക് പ്രശ്നങ്ങളുണ്ടായിട്ടില്ല, കംപ്രഷൻ്റെ വേദനയോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് നെർവ് കംപ്രഷൻ എന്ന് പറയുമ്പം വലതേ കാല് ഫുൾ തരിച്ചു പോകുന്നൊരവസ്ഥയായിരുന്നു. എന്തെങ്കിലും കുനിഞ്ഞ് ജോലി ചെയ്യുമോ, പ്രത്യേകിച്ച് ചെയ്തില്ലെങ്കിൽ പോലും കിടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ പറ്റില്ല, നിന്ന് പോയി കഴിഞ്ഞാൽ ഇരിക്കാനും പറ്റില്ല, അങ്ങനെ ഒരവസ്ഥയായിരുന്നു. അങ്ങനെയാണ് ഞാൻ കണ്ണുനീരോട് മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്നെ വല്ലാതെ അലട്ടിയിരുന്ന പ്രശ്നമായിരുന്നു. ഇപ്പം ബസ്സിൽ പോകുന്ന സമയത്താണെങ്കിൽ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും. അങ്ങനെ ഏത് സാഹചര്യത്തിലായി വേദനയും പ്രശ്നങ്ങളും വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്രയും ബുദ്ധിമുട്ടിയിരുന്നു. അതിനുശേഷം മാതാവിൻ്റെ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു, അത് പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടുകയും ചെയ്തു. അതിനുശേഷം ഞാൻ OET പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രിപ്പയർ ചെയ്തു. എനിക്ക് സ്കോർ ആദ്യം മുതലേ കിട്ടിയിരുന്നു, എങ്കിൽ പോലും അത് അയർലൻഡ് സ്കോറായിരുന്നു. പക്ഷേ അത് എൻ്റെ ഗ്യാപ്പും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ആ സമയത്ത് കോംപ്ലിക്കേഷൻ കാരണം എനിക്ക് ജോലിക്ക് പോകാൻ കഴിയാതെ വന്നു. ആ ഗ്യാപ്പ് കാരണം എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മാധവനോട് UK കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. OET പിന്നെയും പഠിച്ചു, എക്സാമിന് പോയി. പക്ഷേ ആ സമയത്ത് എനിക്ക് കഠിനമായ പനിയും ചുമയും പിടിച്ചു. ഒരു സെക്കൻഡ് നിർത്താത്ത ചുമയായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. തേൻ എക്സാമിന് കയറുന്നതിന് മുമ്പ് വായിൽ കുറച്ച് എടുത്തിട്ടായിരുന്നു ഞാൻ പോയിരുന്നത്. അത്ഭുതം അവിടെ പ്രവർത്തിച്ചെന്ന് പറഞ്ഞ് എക്സാമിൻ്റെ എഴുതുന്ന സമയം വരെ ഞാൻ ചുമച്ചുകൊണ്ടേയിരുന്നു. എങ്കിൽ സ്പീക്കിങ് തുടങ്ങി 1 മിനിറ്റ് പോലും ചുമയ്ക്കാട്ടെ, തൊണ്ടയ്ക്കൊരു ഇടർച്ച വരെയാട്ടെ ഒന്നും സംഭവിച്ചില്ല. നല്ലൊരു സ്കോർ കിട്ടാനും ഇടയായി. മാതാവിന് നന്ദി പറയുന്നു. പിന്നെ ഉടമ്പടി പ്രകാരം പറഞ്ഞിട്ടുള്ള എല്ലാ നിഷ്ഠകളും ഒരു പരിധി വരെയൊക്കെ ഞാൻ ചെയ്തു പോന്നിരുന്നു. പ്രാർത്ഥനയിലായാലും സഹായങ്ങളിലായാലും ദാനധർമ്മങ്ങളിലായാലും പ്രാർത്ഥിച്ച് പത്രം വിതരണം ചെയ്യുന്നതിലായാലും ഒക്കെ എനിക്ക് നിഷ്ഠ പുലർത്താൻ കഴിഞ്ഞു. ഇത്രത്തോളം മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനോടും യേശുവിനോടും നന്ദി പറയുന്നു. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 15:28 തിരുവചനത്തിൽ ഈശോ പറയുന്നു, സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ. തൻ്റെ മകളെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈശോയുടെ പുറകെ പോയ കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസത്തെയാണ് ഇവിടെ ഈശോ ശ്ലാഘിച്ചുകൊണ്ട്
പ്രശംസിച്ചുകൊണ്ട് പറയുന്നത്. അതായത് ഈശോ പറയുന്നു താൻ വന്നിരിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് ഈശോ വെളിപ്പെടുത്തുമ്പോൾ ആ മകളോട് ഈശോ പറയുകയാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് പറയുമ്പോൾ ആ മകള് ഈശോ പറഞ്ഞ ആ വാക്കുകളും അത് തനിക്ക് ഈശോ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, തനിക്ക് തൻ്റെ ഈശോയ്ക്ക് മാത്രമേ എൻ്റെ മകളെ സുഖപ്പെടുത്താൻ കഴിയൂ, അതാണ് ഇവിടെ നാം കാണുന്നത്. അങ്ങനെ ആ മകള് ഈശോയോട് കരഞ്ഞ് പറയുമ്പോൾ പിന്നീട് ഈശോ പറയുന്ന തിരുവചനങ്ങളാണ് നാം കേട്ടത്. ഇവിടെ ഈ ദൈവമഹത്വം പ്രഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ മക്കളും തങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ എങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ നിന്നാണ്, അതായത് തൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. കുഞ്ഞുങ്ങളിൽ ഒരാളെ കിട്ടുന്നത് തന്നെ, ഒരാൾ ജീവിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലൊക്കെ എങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു, പിന്നീട് ക്രിട്ടിക്കൽ കണ്ടീഷനിൽ നിന്നൊക്കെ ആ കുഞ്ഞ് എങ്ങനെയാണ് നോർമലായിട്ട് പിന്നീട് ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയിലേക്കൊക്കെ മാറുന്നത്, പിന്നീട് ഇതുവരെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു അസുഖം പോലുമോ വരാത്ത രീതിയിൽ പരിശുദ്ധ അമ്മയുടെ നീലമേലങ്കിയിൽ കാത്തു സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഓരോരുത്തരും തങ്ങൾക്ക് കാലതാമസം വരുത്തേണ്ട കാര്യങ്ങളല്ല പങ്കുവയ്ക്കുക. അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ എത്ര പെട്ടെന്നാണ് ഉണ്ടാവുക. അതുതന്നെയാണ് കാനായിലെ കല്യാണ വിരുന്നിൽ നടന്നത്. അവിടെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമോ മണിക്കൂറുകൾക്ക് ശേഷമോ ആയിരുന്നില്ല അവിടെ വെള്ളം വീഞ്ഞാകേണ്ടിയിരുന്നത്, തത്സമയമായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എത്രമാത്രമാണ് ആ കുടുംബത്തിന് വളരെ ദൈവാനുഭവമുള്ള ഒരു അവസരത്തിലേക്ക് മാറ്റുന്നത്. അതുതന്നെ നമുക്ക് ഓരോ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത് അതാണ്. ഇതിന് നമുക്ക് ഇവിടെ ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവർക്കത് മറിച്ചൊന്ന് ചിന്തിക്കാനില്ലാത്ത ഒരവസ്ഥയിൽ നിന്നാണ് അവരത് പങ്കുവയ്ക്കുന്നത്. അങ്ങനെ നമുക്ക് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നമ്മുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപകളാണ് നമുക്കെല്ലാം തരുന്നത് എന്നുള്ള ഉടമ്പടിയുടെ കാതലായ അംശമാണ് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിയുക. നമുക്ക് ഈ കുടുംബത്തിനും ഈ കുഞ്ഞുങ്ങൾക്കും ഒക്കെ ലഭിച്ച എല്ലാ കൃപകൾക്കും അതിന് ഈ മക്കൾ ഈ ഒരു അവസ്ഥയിലും കാരുണ്യ പ്രവർത്തികൾ, പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുവാനായിട്ടുള്ള ഒരു സന്നദ്ധത അവർ കാണിക്കുകയാണ്. ആ ഒരു സന്നദ്ധതയും ഉത്സാഹവും ഒക്കെയാണ് ഉടമ്പടി ജീവിതവും നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം, കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അനിഷ CL. ഞാൻ നെയ്യാറ്റിൻകര രൂപതയിലെ തിരുക്കുടുംബ ദേവാലയം മുള്ളുവിളയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് 2021 കോവിഡ് സമയത്താണ്. ആ സമയത്ത് ഞങ്ങളുടെ മുൻ ഇടവക വികാരിയായിരുന്ന റവറൻഡ് ഫാദർ ഡോക്ടർ ക്രിസ്തുദാസ് തോംസൺ അച്ഛൻ്റെ ചേച്ചിക്ക് കോവിഡ് വന്ന് 3 മാസം വെൻറ്റിലേറ്ററിലായിരുന്നു. ആൻറ്റി ചന്ദ്രിക എന്നാണ് ആൻറ്റിയുടെ പേര്. ആൻറ്റിയുടെ ഭർത്താവ് കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ അച്ഛനെ വിളിക്കുമ്പോഴെല്ലാം ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ ജപമാല ചൊല്ലിയും മറ്റ് പ്രാർത്ഥനകൾ ചൊല്ലിയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ പള്ളിയിൽ ഒരുപാട് പേര് കൃപാസനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതിലെൻ്റെ ഒരു കൂട്ടുകാരിയായ നിധിയ, അവളാണ് കൃപാസനത്തിൽ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നതും എനിക്ക് അയച്ചു തരുന്നതും. അങ്ങനെ ആ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ. വൈദ്യശാസ്ത്രം ചന്ദ്രിക ആൻറ്റിക്ക് ഒരു തരത്തിലുള്ള സാധ്യതയും കൽപ്പിച്ചിട്ടുന്നില്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ. അച്ഛനെ വിളിക്കുമ്പോഴും അച്ഛൻ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അത്ഭുതകരമായിട്ട് 3 മാസം വെൻറ്റിലേറ്ററിലായിരുന്നതിന് ശേഷവും ആൻറ്റി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ ആൻറ്റി സുഖമായിട്ടിരിക്കുന്നു. അതിനുശേഷം ഞാൻ കൃപാസന മാതാവിനോടുള്ള പ്രാർത്ഥനയൊക്കെ നിർത്തി. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് കൃപാസനത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നടക്കുന്നുണ്ട്, മാതാവിനാണ് അമിത പ്രാധാന്യം കൊടുക്കുന്നത്, യേശുവിനല്ല.
കാരണം നമ്മൾ കത്തോലിക്കർക്കെതിരെ പലപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ആ കാരണം പറഞ്ഞാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് ആക്കം കൂട്ടുന്നതാണ് കൃപാസനത്തിലെ പ്രവൃത്തികൾ. അതുപോലെ ഇവിടുത്തെ തിരികൾ പല നിറത്തിലുള്ള തിരികൾ, ഞാൻ വിചാരിച്ചത് അതെല്ലാം ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നാണ്. ഉടമ്പടിയെക്കുറിച്ച് കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കാനും പിന്നെ ശ്രമിച്ചില്ല. ഞാൻ 2021 സെപ്റ്റംബർ മാസം BA LLB ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിൽ നിന്ന്. പിന്നീട് 2021 നവംബറിൽ ഞാൻ എൻറോൾ ചെയ്തു. അതിനുശേഷം ഞാൻ സിവിൽ സർവീസ് കോച്ചിങ്ങിന് ചേർന്നിരിക്കുകയായിരുന്നു. 2022 ഫെബ്രുവരി 28 എൻ്റെ അമ്മ സഞ്ചരിക്കുന്ന സ്കൂട്ടിയിൽ ഒരു ബൈക്ക് ഇടിച്ച് ആക്സിഡൻ്റായി. എൻ്റെ അമ്മ ഹെഡ് മിസ്ട്രസ്സാണ്. അമ്മയുടെ ബാക്കിൽ മറ്റൊരു ഹെഡ് മിസ്ട്രസ് ഇരിപ്പുണ്ടായിരുന്നു. ആ ടീച്ചർ മരിച്ചുപോയി. ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഒന്നാമത്തെ ദിവസം തന്നെ ടീച്ചർ മരിച്ചുപോയി. ടീച്ചറിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് പുറമേയുള്ള ഇഞ്ചുറീസ് മാത്രമേ ഉള്ളൂ, അതുപോലെ പൊട്ടലുകൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ആദ്യം SP ഫോർട്ട് എന്ന് പറയുന്ന ഓർത്തോ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആശുപത്രിയിലോട്ടാണ് കൊണ്ടുപോയത്. അവിടെ വെച്ച് അമ്മയ്ക്ക് കൈക്കും കാലിനും ഒക്കെ ഉള്ള സർജറി കഴിഞ്ഞു. പക്ഷേ സർജറി കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടും അമ്മയെ ICUവിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുന്നില്ലായിരുന്നു. അപ്പോൾ അതിന് കാരണം പറഞ്ഞത് അവർ ശ്വാസം മുട്ടൽ മാറിയിട്ടില്ല. അതിന് കാരണമെന്ന് വെച്ചാൽ അമ്മയ്ക്ക് വാരിയലിന് പൊട്ടൽ വന്നിട്ടുണ്ട്, അതുപോലെ ശ്വാസകോശത്തിന് ചുറ്റും ഫ്ലൂയിഡ് കെട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ ഒരാഴ്ച കഴിഞ്ഞ് ആ ഞായറാഴ്ച ആയപ്പോൾ എൻ്റെ പപ്പ ICUവിൽ കയറി അമ്മയെ കണ്ടു. അമ്മയ്ക്ക് അപ്പോൾ ബോധം ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞു ഞാൻ ഇനി ജീവിച്ചിരിക്കത്തില്ല. അപ്പോൾ ഉടനെ അമ്മ അവിടുത്തെ ഡോക്ടറിനോട് കോൺടാക്റ്റ് ചെയ്ത് ഞങ്ങൾ കിംസ് എന്ന് പറയുന്ന ആശുപത്രിയുണ്ട് തിരുവനന്തപുരത്ത്, അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ സമ്മതിച്ചു. കാരണം അമ്മ അത്രയ്ക്ക് ക്രിട്ടിക്കൽ കണ്ടീഷനിലായിരുന്നു. പിന്നെ കിംസിൽ നിന്ന് വെൻറ്റിലേറ്റർ ഫെസിലിറ്റിയുള്ള ആംബുലൻസ് വന്നിട്ടാണ് അമ്മയെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അവിടെ എത്തിയപ്പോഴേക്കും അമ്മയുടെ ബോധമെല്ലാം പോയി കഴിഞ്ഞിരുന്നു. അവിടുത്തെ പരിശോധനയിലാണ് അമ്മയുടെ ഇൻറ്റസ്റ്റൈനിൽ 2 ഹോളുണ്ടെന്നും അത് കാരണം വയറ് ഫുള്ളും ഇൻഫെക്ഷൻ ആയെന്നും കണ്ടുപിടിച്ചു. പിന്നെ അമ്മയ്ക്ക് കോവിഡും ബാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് തന്നെ രാത്രി വെൻറ്റിലേറ്ററിലായിരുന്നിട്ട് കൂടി എൻ്റെ അമ്മയ്ക്ക് അന്ന് തന്നെ രാത്രി വയറിലെ സർജറി കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും വയറ് റീഓപ്പൺ ചെയ്ത് 7 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും സർജറി ചെയ്തു. പിന്നെ മുഖത്തൊരു സർജറി ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ കിംസിൽ വെച്ച് 3 സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ 1.5 മാസം വെൻറ്റിലേറ്ററിലായിരുന്നു. പ്രതീക്ഷ വളരെ കുറവായിരുന്നു. ആ സമയത്തും ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു. എൻ്റെ പള്ളിയിലെ ആൻറ്റിമാരും ചേച്ചിമാരും എല്ലാം എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, നീ ഉടമ്പടി എടുക്കുക, അമ്മയ്ക്ക് സുഖമാവും. ഞങ്ങൾക്ക് ഫുഡൊക്കെ തരുന്നുണ്ടായിരുന്നതും ഞങ്ങളുടെ പള്ളിയിൽ കൃപാസനത്തിൽ വരുന്ന ആൻറ്റിമാരും ചേച്ചിയൊക്കെ ആയിരുന്നു. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ലത ആൻറ്റി, ശോഭപ്രഭ, അവരൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് ഫുഡ് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ശോഭപ്രഭ ചേച്ചി എന്നോട് പറഞ്ഞു, നീ എന്തായാലും ഉടമ്പടി എടുക്കണം, പക്ഷേ ചിലപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഉടമ്പടി എടുക്കുമ്പോൾ രോഗമൊക്കെ കൂടും, അതൊരു പരീക്ഷണമായിട്ട് കരുതിയാൽ മതി, എന്നാലും നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം, എന്തായാലും സുഖപ്പെടും. അപ്പോൾ എനിക്ക് പേടിയായി. കാരണം ഓൾറെഡി അമ്മ വെൻറ്റിലേറ്ററിലാണ്. അപ്പോൾ ഇനി രോഗമൊക്കെ കൂടിയാൽ വളരെ വിഷമമാവും, എനിക്കത് താങ്ങാനുള്ള ശേഷി ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തില്ല. പിന്നെ 1.5 മാസത്തിന് ശേഷം അമ്മയെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി റെസ്പിറേറ്ററി ICUവിലേക്ക് മാറ്റി. കാരണം ആ സമയത്തും അമ്മയ്ക്ക് ശ്വാസം മുട്ടൽ മാറുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് എന്നെ ആദ്യ കുർബാന പഠിപ്പിച്ച ആനി സിസ്റ്റർ എന്നെ വിളിക്കുന്നത്. ആനി സിസ്റ്റർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ എന്തായാലും ഉടമ്പടി എടുക്കണം, എന്തായാലും അമ്മയ്ക്ക് സുഖം വരും. അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തു. അതിനുശേഷം ഓൺലൈൻ ഉടമ്പടി എടുത്ത് അടുത്ത ദിവസം എനിക്ക് ചിക്കൻ ബോക്സ് വന്നു. ഞാനും എൻ്റെ അനിയനും ആൻറ്റിയുടെ വീട്ടിലോട്ട് മാറി. പിന്നീട് ഞാൻ അവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മയ്ക്ക് സുഖമാവാൻ തുടങ്ങി, ശ്വാസം മുട്ടൽ പതുക്കെ മാറി തുടങ്ങി. അങ്ങനെ ഞാൻ തിരിച്ച് പിന്നെ കിംസിലോട്ട് പോകുമ്പോൾ അമ്മയെ റൂമിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചും ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന രാവിലെ 5:30 അലാറം വെച്ച് എണീറ്റ് ചൊല്ലുമായിരുന്നു.
ആ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ട്രക്കിയോസ്റ്റമി ചെയ്തിരുന്നത് കാരണം എനിക്ക് മെഴുകുതിരിയൊന്നും കത്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അമ്മ ഉറങ്ങുന്നത് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടായിരുന്നു. അതുകൊണ്ട് അമ്മയെ ശല്യപ്പെട്ടതായിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥന മാത്രമേ ചൊല്ലുന്നുണ്ടായിരുന്നുള്ളൂ, മെഴുകുതിരിയൊന്നും കത്തിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കൃപാസനത്തിൽ നിന്നുള്ള പുണ്യവസ്തുക്കളൊക്കെ എനിക്ക് ആൻറ്റിമാരൊക്കെ കൊണ്ട് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അമ്മയുടെ അടുത്ത് വെച്ചിട്ട്. അങ്ങനെ 104 ദിവസങ്ങൾ ആദ്യം ഡോക്ടർ പറഞ്ഞത് വീൽ ചെയറിലിരുന്നിട്ട് വീട്ടിൽ പോവാമെന്നാണ്. പക്ഷേ പിന്നീട് ഫിസിയോതെറാപ്പിക്ക് ശേഷം അമ്മ തനിയെ എണീറ്റ് നടക്കാൻ തുടങ്ങി. പൂർണ്ണ ആരോഗ്യവതി ആയിട്ടാണ് പിന്നെ അമ്മ വീട്ടിലോട്ട് പോയത്. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, അമ്മ മാതാവിന് നന്ദി പറയുന്നു. 104 ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ചിക്കൻ ബോക്സ് വന്നു. അപ്പം ചിക്കൻ ബോക്സ് വന്നതിന് ശേഷം ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലോട്ട് മാറി. അടുത്ത ദിവസം എനിക്ക് വയ്യാതിരുന്നത് കൊണ്ട് ഞാൻ 5:30 അലാറം വെച്ച് എണീറ്റു. പക്ഷേ കിടന്നുകൊണ്ടാണ്, ഞാൻ മെഴുകുതിരിയൊന്നും കത്തിച്ചില്ല, കിടന്നുകൊണ്ടാണ് പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലിയത്. ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് മയങ്ങാൻ പോവുകയായിരുന്നു. ആ സമയത്ത് ആരോ എന്നെ വന്ന് പെട്ടെന്ന് ഇങ്ങനെ വാരിപ്പുണർന്ന പോലെ കെട്ടിപ്പിടിച്ചതിന് ശേഷം ഇവിടെ എനിക്ക് ഉമ്മ തന്നു. അത് അമ്മ മാതാവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതൊരു ഭയങ്കര ഒരു ഹെവൻലി ആയിട്ടുള്ള ഒരു അതീവ സുഖം തരുന്ന ഒരു അനുഭവമായിരുന്നു. അപ്പോൾ എനിക്ക് എണീക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഈ ഭയങ്കര ഒരു സുഖം കാരണം എണീക്കേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് കണ്ണ് തുറക്കാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ വിചാരിക്കുമ്പോൾ ആ സമയത്ത് എണീറ്റിരുന്നെങ്കിൽ എനിക്ക് മാതാവിനെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ എനിക്ക് അതിന് ശേഷം പിന്നീട് എനിക്ക് ചിക്കൻ ബോക്സിൻ്റെ കുരുക്കളൊന്നും വന്നില്ല. 7 ദിവസം എടുത്തിട്ടാണ് മാറിയത്, എന്നാലും പിന്നീട് കുരുക്കളൊന്നും വന്നില്ല. സുഖമായതിന് ശേഷമാണ് ഞാൻ പിന്നെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നത്. പിന്നീട് എല്ലാ ദിവസവും ഞാൻ പ്രത്യക്ഷീകരണ മാധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു വീട്ടിൽ വന്നതിന് ശേഷവും. ആശുപത്രിയിലായിരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ പത്രമൊന്നും ആളുകൾക്ക് ഫിസിക്കലായിട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് കിട്ടിയ കൃപാസന പത്രത്തെ ഒരു PDF ആയിട്ട് സ്കാൻ ചെയ്തെടുത്തതിന് ശേഷം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ എനിക്ക് ഉടമ്പടി ധ്യാനങ്ങളിലും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അമ്മയെ നോക്കേണ്ടതുണ്ടായിരുന്നതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം എല്ലാ ചൊവ്വാഴ്ചയും മുടങ്ങാതെ ധ്യാനത്തിൽ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്, ഞാൻ ആ ഒരാഴ്ച ചിന്തിക്കുന്നതോ എൻ്റെ മനസ്സിൽ പ്രശ്നങ്ങളായിട്ട് വരുന്നതോ ഒക്കെയാണ് VP ജോസഫ് അച്ഛൻ ഇവിടെ ധ്യാനത്തിലൂടെ പറയുന്നത്. അത് എനിക്ക് തോന്നിയത് എന്നെ അഡ്രസ്സ് ചെയ്യുന്നതായിട്ടാണ്. പിന്നീട് ഞാൻ കഴിഞ്ഞ വർഷം 2023 പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും പറഞ്ഞിരുന്ന ഒരു നിയോഗമാണ് എനിക്ക് 2023 തന്നെ ഒരു ജോലി ശരിയാക്കി തരണേ എന്നുള്ളത്. കാരണം എൻ്റെ അമ്മയുടെയും ഭയങ്കര ആഗ്രഹമായിരുന്നു ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ജോലി ശരിയാക്കി കൊടുക്കണമെന്നുള്ളത്. എനിക്കൊരു ജോലി കിട്ടണമെന്നുള്ളത് അമ്മയുടെ ആഗ്രഹമായിരുന്നു. അങ്ങനെ എല്ലാ ടെസ്റ്റും എഴുതുമായിരുന്നു. പക്ഷേ 2023 ഡിസംബർ ആയപ്പോഴേക്കും എനിക്ക് ചിലപ്പോൾ ദൈവത്തിന് ഈ വർഷം എനിക്ക് കിട്ടുന്നത് ഇഷ്ടമുണ്ടാവത്തില്ല, ഇനി അടുത്ത വർഷമായിരിക്കും കിട്ടുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ 2023 ഡിസംബർ 27 അതായത് ഞങ്ങൾ തിരുക്കുടുംബ ദേവാലയമാണ് ഞങ്ങളുടേത്. അപ്പോൾ ഞങ്ങളുടെ പള്ളി തിരുനാൾ തുടങ്ങണേന് 2 ദിവസം മുമ്പ് എനിക്ക് ഓഫർ ലെറ്റർ വന്നു. എൻ്റെ അമ്മയും പള്ളിയിലിരുന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നത് അതായിരുന്നു, അടുത്ത പള്ളി തിരുനാളിന് മുമ്പ് അവർക്ക് ജോലി കൊടുക്കണേ എന്നുള്ളത്. എനിക്ക് NITയിൽ കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ സൂപ്രണ്ടായിട്ടാണ് ജോലി ലഭിച്ചത്. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ലീഗൽ വിഭാഗത്തിലാണ്. അതിലും ഞാൻ വലിയ ഒരു ദൈവിക ഇടപെടൽ കാണുന്നുണ്ട്. കാരണം ആദ്യം ഞാൻ അപ്ലൈ ചെയ്തത് ജനറൽ അഡ്മിനിസ്ട്രേഷനിലാണ്. കാരണം ലീഗൽ ഉണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഞാൻ പരീക്ഷ ഫസ്റ്റ് എക്സാം കഴിഞ്ഞ് സ്റ്റേജ് 1 കഴിഞ്ഞ് സ്റ്റേജ് 2 ആയപ്പോഴാണ് അവർ സ്ട്രീം ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ആ ലിസ്റ്റിൽ ലീഗൽ സ്ട്രീം ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ BA LLB പാസ്സായതാണ്. അപ്പോൾ എനിക്ക് ലീഗൽ സ്ട്രീമിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം എൻ്റെ പേര് ജനറൽ അഡ്മിനിസ്ട്രേഷനിലാണ് ഉണ്ടായിരുന്നത്.
ഞാൻ എന്തായാലും അവർക്ക് ഇമെയിൽ അയച്ചു. പക്ഷേ ഞാൻ സെക്കൻഡ് സ്റ്റേജിലെ പരീക്ഷ എഴുതാൻ പോകുന്നത് വരെയും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ലീഗൽ സ്ട്രീമിലാണോ അതോ ജനറൽ അഡ്മിനിസ്ട്രേഷനിലാണോ എന്ന്. ഞാൻ പരീക്ഷയുടെ ദിവസമാണ് അവരുടെ ലിസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ ലീഗൽ സ്ട്രീമിലാണെന്ന് അറിഞ്ഞു. ലീഗൽ സ്ട്രീമിലാകുമ്പോൾ കുറച്ചുകൂടെ കട്ട് ഓഫ് കുറവായിരുന്നു. അങ്ങനെ എനിക്ക് NITയിൽ പെർമനൻ്റ് ആയിട്ട് ജോലി ലഭിച്ചു, സൂപ്രണ്ടായിട്ട്. അതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും ഞാൻ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് സമർപ്പിക്കുകയാണെങ്കിൽ അതെല്ലാം ദൈവം നിവർത്തിച്ച് തന്നിട്ടുണ്ട്. അതിന് ഞാൻ കർത്താവിന് 1000 നന്ദി പറയുന്നു. ആവേ മരിയ, അമ്മയ്ക്ക് സ്വസ്തി. അത് ഇന്ന് പിന്നീട് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ജോലിയൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ പറയുമായിരുന്നു എനിക്ക് ജോലി കിട്ടിയിട്ട് വരാം മാതാവേ അല്ലെങ്കിൽ ഞാൻ ഒരു ഡിപ്രഷനൊക്കെ എനിക്കുണ്ടായിരുന്നു. അത് കാരണം ജോലി കിട്ടിയതിന് ശേഷം എന്തായാലും വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജനുവരി 1-ാം തീയതിയാണ്, ഈ ജനുവരി 1-നാണ് ജോയിൻ ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെയുള്ള തിരക്ക് കാരണം എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. അതുപോലെ സാക്ഷ്യം പറയാനും പറ്റിയില്ല. അങ്ങനെയാണ് ഇന്ന് ലീവായതുകൊണ്ട് ഇന്ന് വന്ന് പറയുന്നത്. കാരുണ്യപ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക, അങ്ങനെയൊക്കെ വളരെ കുഞ്ഞു പ്രവർത്തികളാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ എൻ്റെ തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇതിലൂടെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ കൂടുതൽ ശക്തമാക്കാനും അതുപോലെ ആധ്യാത്മിക ജീവിതം കൂടുതൽ പോഷിപ്പിക്കാനും കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. അവകാശം ലഭിക്കുന്നത് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പുറപ്പാട് 33:13 മോശ കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവേ, ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് അങ്ങ് അറിഞ്ഞാലും എന്നാണ് പറയുക. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെ നിന്നോടുകൂടെ വരും, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. അതാണ് സ്വന്തം ബന്ധം എന്നൊക്കെ പറയുന്നത്. കർത്താവ് തന്നെയാണ് നമ്മുടെ കൂടെ വരിക, വേറെ ആരെയും വിടുകയല്ല. ആ ഒരു കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഉടമ്പടി എടുത്ത മക്കൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ കൃപകളായിട്ട് സാക്ഷ്യം പറയുമ്പോൾ പിന്നെ അവർ പറയുക. ഒരു അമ്മയുടെ സ്നേഹവാത്സല്യത്തോടെ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഒരു മകളെ, അതായത് ഉടമ്പടി എടുക്കുന്നതിന് പേടിയായിരുന്നു തൻ്റെ അമ്മയ്ക്ക് കൂടുതൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ വരുമോ. അതുകൊണ്ടാണ് തിരുവചനം പറയുക, പരീക്ഷകളെ അതിജീവിക്കുന്ന, അതായത് അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലപിടിപ്പുള്ളതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസമെന്ന് നാം ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ മകൾക്ക് ആദ്യമേ പേടിയായിരുന്നു, എങ്ങനെ ഉടമ്പടി എടുത്താൽ കൂടുതൽ എന്തെങ്കിലും കുഴപ്പം തൻ്റെ അമ്മയ്ക്കുണ്ടാകുമോ, അമ്മയുടെ ക്രിട്ടിക്കൽ കണ്ടീഷനൊക്കെ നാം കേട്ടതാണ്. ആ ഒരു അവസ്ഥയിൽ ഈ മകൾ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഈ മകൾക്ക് അസുഖം വരികയും ആ അസുഖത്തിൻ്റെ സമയത്ത് തന്നെ കൈവിടാത്ത ഒരമ്മയുണ്ട്, ഒരു സ്വർഗീയ അമ്മ. തന്നെ ആരോ ഹഗ് ചെയ്യുന്നത് പോലെ ഈ മകൾക്ക് അനുഭവപ്പെട്ടു എന്നാണ് പറയുക. ഒരു സ്വർഗീയ സൗരഭ്യം. ഇതൊന്നും നമുക്ക് ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. നമുക്ക് ചിലപ്പോൾ തോന്നും ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നതെന്ന്. എന്നാൽ ഒരു സ്വർഗീയ സൗരഭ്യം അല്ലെങ്കിൽ ഒരു സ്വർഗീയ സാമീപ്യം അത് അനുഭവിച്ച കുഞ്ഞാണ് പറയുന്നത്. അവൾ ചെറുപ്പക്കാരിയായ ഒരു മകളാണ്. ആ മകൾക്ക് തൻ്റെ കണ്ണ് തുറക്കാൻ പോലും തോന്നുന്നില്ലാത്ത അവസ്ഥയിലുള്ള ഒരു അനുഭവമായിരുന്നു അതെന്നാണ് പറയുക. തനിക്ക് ആരോ തന്നെ മുറുകെ പിടിക്കുന്നത് പോലെ തൻ്റെ അടുത്ത് തന്നെയോട് ചേർത്ത് നിർത്തി തനിക്ക് ഉമ്മ തരുന്ന ഒരമ്മയുടെ സാമീപ്യമാണ് താൻ അനുഭവിച്ചതെന്നാണ് പറയുക. അപ്പോൾ ജീവനുള്ള അമ്മ എങ്ങനെയാണ് ഇന്ന് തൻ്റെ മക്കൾ വേദനിക്കുമ്പോൾ ആ മക്കളുടെ അടുത്തേക്ക് വരുവാനും താൻ കൂടെയുണ്ട്, തൻ്റെ മകനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് താൻ പറയുന്ന വാക്കുകളെ, അമ്മ പറയുന്ന വാക്കുകളെ ഈശോ ആദരിക്കും. അമ്മ പിതാവായ ദൈവത്തിൻ്റെ മകളും പുത്രൻ തമ്പുരാൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുമാണ്. അമ്മ സ്വർഗം പറഞ്ഞത്, അതായത് ദൈവപിതാവ് പറഞ്ഞത് അമ്മ ഏറ്റെടുത്ത അമ്മയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴമ്മ അത് ഏറ്റെടുത്തപ്പോൾ അമ്മ പറയുന്നതൊക്കെ സ്വർഗം ആദരിക്കുന്നതാണ് പിന്നീട് നാം കാണുക. അതുകൊണ്ടാണ് അമ്മ പറയുമ്പോൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് അമ്മ പറയുമ്പോൾ അവിടെ ആ പച്ചവെള്ളം വീഞ്ഞായി മാറുന്നത് അങ്ങനെയാണ്. ഈശോ അങ്ങനെയാണ് തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നത്. തൻ്റെ അമ്മയെ
എങ്ങനെയാണ് ഒത്തിരിയേറെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ 1.5 മാസത്തോളം വെൻറ്റിലേറ്ററിലായിരുന്ന അമ്മ പിന്നീട് രോഗവിമുക്തയാകുന്നതും അമ്മ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. ഈ മകൾക്ക് തന്നെ പഠിച്ച ഉടനെ തന്നെ നല്ല ഒരു ജോലി ലഭിക്കുന്നു. നല്ല സാലറിയോടുകൂടി ഗവൺമെൻറ് ജോലി തന്നെയാണ് ഈ മകൾക്ക് ലഭിച്ചത്. അപ്പോൾ ഇതൊക്കെ തൻ്റെ ജീവിതത്തിൽ ഇന്നാണ് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. ഇനി തനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് തൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് മാത്രമായിരിക്കുമെന്നാണ് ഈ കുഞ്ഞിപ്പോഴ് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ നമ്മോട് പറയാതെ പറയുന്നത്. നമുക്ക് ഈ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ക്രിസ്റ്റി മരിയ സെബാസ്റ്റ്യൻ. ഞങ്ങൾ പാലാ രൂപത ശാന്തിഗിരി ഇടവയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ മോളി സെബാസ്റ്റ്യൻ. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് 2019 2019 നവംബറിൽ അമ്മയാണെന്ന് ഉടമ്പടി എടുത്തത്. അന്ന് ഞങ്ങൾ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് വെച്ചിരുന്നത് 10 വർഷത്തോളമായിട്ട് ഞങ്ങളുടെ സ്ഥലം എൻ്റെ അപ്പാടെ സഹോദരിയുടെ ഭർത്താവിൻ്റെ പേരിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എഴുതി വെക്കുകയും പക്ഷേ അത് ഒരു വിശ്വാസവഞ്ചന എന്ന പോലെ പിന്നീട് തിരിച്ചു കിട്ടാതെ വരികയും ചെയ്തായിരുന്നു. ഒരുപാട് ധ്യാനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നടത്തി, പക്ഷെ ഒരിക്കലും തിരിച്ചു തരില്ല എന്ന് പറഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. എല്ലാ രീതിയിലും ശ്രമിച്ചു നോക്കി. അവസാനം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 3 ആഴ്ചയ്ക്കുള്ളിൽ അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ തരാമെന്ന് സമ്മതിച്ചു. പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അനിയത്തിക്ക് നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവൾക്ക് നന്നായിട്ട് പാസ്സാവാൻ വേണ്ടിയായിരുന്നു അന്ന് നിയോഗം വെച്ചിരുന്നത്. അതുപോലെ തന്നെ 100 പിള്ളേർ പഠിച്ച കോളേജിൽ 99 പേര് എക്സാമിൽ എഴുതിയിൽ കോളേജ് ടോപ്പറായിട്ട് അവൾ പാസ്സാവുകയും ചെയ്തായിരുന്നു. ഇനി എൻ്റെ ഉടമ്പടി ഞാൻ അതിനുശേഷം അമ്മ ഉടമ്പടി എടുത്തെങ്കിലും പക്ഷേ അത് കഴിഞ്ഞ് കോവിഡ് ടൈമെല്ലാം വന്നു. ഞാൻ ഒരിക്കലും ആ ഉടമ്പടിയിൽ പ്രാർത്ഥനകളിൽ മാത്രം കൂടിയിരുന്നു. മറ്റൊരു കാര്യത്തിലും കൂടുവോ അല്ലെങ്കിൽ ഇവിടുത്തെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മാതാവിൻ്റെ ആയതുകൊണ്ട് മാത്രമാണ് ഞാനതാണ് സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നത്. അത് നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ ഞാൻ വെറുതെ അത് തോണ്ടി വിടുക മാത്രമേ ചെയ്യുള്ളൂ. ഒരിക്കലും അത് നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ മാതാവിൻ്റെ അന്ന് ഇവിടുന്ന് ഫ്രണ്ടിലിരുന്ന മാതാവിൻ്റെ ഫോട്ടോ ഞാൻ എൻ്റെ ഫോണിലെടുത്തിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ആ മാതാവിൻ്റെ ഫോട്ടോ എൻ്റെ ലോക്ക് സ്ക്രീനിൽ കിടക്കുന്ന, എപ്പോഴും മാതാവ് അന്ന് തൊട്ട് കൂടെയുണ്ട്. പക്ഷേ അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് ഉടമ്പടിയിലേക്ക് വരുന്നത് 2022-12-2022 എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞൊരു സെൻറ്റൻസ് പറഞ്ഞ് ഞാൻ എൻ്റെ ഉടമ്പടി സാക്ഷ്യം തുടങ്ങാം. ഇങ്ങനെ പട്ടിക്കാട്ടം പോലെ ഒരു ജീവിതം കിട്ടിയിട്ടും എങ്ങനെയാണ് ക്രിസ്റ്റി നിനക്ക് ഇപ്പോഴും ദൈവത്തെ പ്രഘോഷിക്കാൻ പറ്റുന്നതെന്ന് അവൾ എന്നോട് ചോദിച്ചു. അതിനുള്ള കാരണം ഞാൻ പറയാം. എൻ്റെ ആദ്യത്തെ നിയോഗം എനിക്ക് എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കൊരു 13 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ അതികഠിനമായിട്ടുള്ള പെടലി വേദന, അതായത് ഈ ഭാഗത്ത് ഭയങ്കരമായിട്ട് വേദന വരും. അത് എഡറുവാണോ അതിനെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത് വല്ലാതെ എടറുന്ന പോലെ വരും. അതിൻ്റെ പെയിൻ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും അത് വരും. അത് 5 ദിവസത്തോളം നിൽക്കും. ആ സമയത്തെന്ന് പറഞ്ഞാൽ കിടക്കാൻ പറ്റത്തില്ല, കിടന്നാൽ പിന്നെ എഴുന്നേക്കാൻ പറ്റത്തില്ല. പലവിധ ഈ കുഴമ്പുകൾ പോലത്തെ അങ്ങനത്തെ പല സാധനങ്ങൾ അല്ലാതെ മരുന്നുകളൊക്കെ വാങ്ങിച്ചു. ഇപ്പോൾ ലാസ്റ്റ് ഡോക്ടറെ കണ്ട്, എനിക്കൊരു 18 വയസ്സുള്ള സമയത്ത് ഡോക്ടറെ കണ്ട് എക്സ്റേ എടുത്ത് പറഞ്ഞു ഇതൊരു ജന്മനം ഉള്ളത്, ഇങ്ങനെ ആ ബോണത് വളഞ്ഞാണ് ഇരിക്കുന്നത്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് ചെയ്യാൻ ആകെ അത് 1000-ൽ ഒരാൾക്കോ അങ്ങനെയൊക്കെ അപൂർവമായിട്ട് വരുന്നൊരു സംഭവമാണ്. അപ്പം നിങ്ങൾക്ക് അതൊരു മേജർ സർജറി പോലെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, അല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതെ, നിങ്ങൾ എവിടെ പോയാലും അതേ നിങ്ങളോട് ഡോക്ടർ എവിടെ ചെന്നാലും അതേ പറയുള്ളൂ. അതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയാലും വേറെ എബ്രോഡ് എവിടെ പോയി നോക്കിയാലും അത് തന്നെയായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞു. ശരി, അത് എക്സ്റേ നമുക്ക് ആർക്കും കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യായിരുന്നു. പക്ഷേ അതിൻ്റെ പെയിൻ എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതായിരുന്നു അവസ്ഥ. തല പൊക്കാൻ പറ്റാതെ വരും. അപ്പം മറ്റുള്ളവർ പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല. കാരണം പെടലി അങ്ങനത്തെ ഒരു പ്രശ്നം ചെറിയ ആ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ആ ഒരു അവസ്ഥയിലേക്കായിരുന്നു പോയിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഉടമ്പടിയിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അതായത് കോവിഡ് ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തിന് അകന്നിരുന്ന ടൈമാണെന്ന് എനിക്ക് തോന്നുന്നു. അധികം ജസ്റ്റ് വൈകുന്നേരത്തെ പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അതിനുശേഷം കോവിഡൊക്കെ കഴിഞ്ഞ് ഞാൻ സ്വയം ഒരു പ്രാർത്ഥനയിലേക്ക് വന്ന സമയത്ത് ഞാൻ അമ്മയുടെ കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ ഉടമ്പടി തൈലം യൂസ് ചെയ്യാൻ തുടങ്ങി. എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഇവിടെ പെടലിൻ്റെ ഭാഗത്തത് തൊട്ട് കുരിശ വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഇപ്പോൾ 1.5 വർഷത്തോളമായി. അമ്മയുടെ ഉടമ്പടിയിലായ സമയത്തും ഞാൻ എടുത്ത സമയത്തും കണ്ടിന്യൂസ് അത് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ഇന്ന് വരെ ഒരു തവണ പോലും അങ്ങനെ ഒരു പെയിൻ ഉണ്ടായിട്ടില്ല. എനിക്ക് തണുപ്പ് പറ്റത്തില്ല, അതുപോലെ തന്നെ ഒരു 6 മണി കഴിഞ്ഞാൽ കുളിക്കാൻ പറ്റത്തില്ല. അതുപോലെ ആയിരിക്കും എൻ്റെ പെയിൻ. ഉറപ്പായിട്ടും അത് സംഭവിച്ചിരിക്കും. വെയിറ്റ് പറ്റത്തില്ല, ബസ്സിലൊന്നും ഇങ്ങനെ തൂങ്ങി പിടിച്ച് അങ്ങനെ
നിൽക്കാനേ പറ്റത്തില്ല. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കുമായിരുന്നു. അതെനിക്ക് പൂർണ്ണമായിട്ട് മാതാവ് എടുത്തു മാറ്റി. ഇതൊന്നും ഞാൻ ഉടമ്പടി വെച്ച കാര്യങ്ങളെയല്ല. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഒരു 12 വർഷത്തിന് മേലെയായിട്ട് എനിക്കുണ്ടായിരുന്ന ഒരു ശത്രുതയാണ്. അതിന് എൻ്റെ കൂടെ തന്നെ പഠിച്ചിരുന്ന എൻ്റെ ഇടവകയിലുള്ള 2 പെൺകുട്ടികളുണ്ടായിരുന്നു. അവർ നന്നായിട്ട് പാട്ടൊക്കെ പാടുന്ന ആൾക്കാരായിരുന്നു. അപ്പം അതിനകത്തൊരു പെൺകുട്ടിക്ക് എന്നോട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എപ്പോഴും പുള്ളിക്കാരത്തിക്ക് വൈരാഗ്യമായിരുന്നു. മെയിനായിട്ട് പുള്ളിക്കാരത്തി എനിക്ക് കളറില്ല, എന്നെ സ്കിൻ കളറിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുമായിരുന്നു. കറുത്തവളയെന്ന് വിളിച്ച് ഏത് സമയവും. അതുപോലെ തന്നെ പബ്ലിക്കായിട്ടൊരു തവണ ബോർഡിൽ ഇങ്ങനെ ഏത് കഴിവ് കെട്ടവൾ വേൾക്കുന്ന ജോലി നന്നായി ചെയ്യണമെന്ന് എഴുതിയിട്ട് കുറേ കൂട്ടുകാർ ചേർന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് പരസ്യമായിട്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സിനിമയിലൊക്കെ കാണുന്ന പോലെ എൻ്റെ ചുറ്റും ഇങ്ങനെ നടന്നു ഭയങ്കരമായിട്ട്. അതെന്ന് പറഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. എനിക്ക് എൻ്റെ മുഖം അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ ഞാൻ വെറുത്ത സമയമായിരുന്നത്. എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത വചനം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുമായിരുന്നു, ദൈവം തൻ്റെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചെന്നുള്ളതാണ്. ഞാൻ എപ്പോഴും രൂപക്കൂടിൻ്റെ മുമ്പിൽ പോയി ഞാൻ മാതാവിനോടും വെലിസിനോടും വരുന്ന എൻ്റെ വിഷമം പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറയായിരുന്നു, ഈശോ മാതാവിനോട് ചോദിക്കുമായിരുന്നു, ഏറ്റവും സുന്ദരിയായിട്ടുള്ള സ്ത്രീയല്ലേ ഈശോ അമ്മയാക്കിയത്, എന്തുകൊണ്ടാണ് കാണാൻ കൊള്ളാത്ത ഒരാളെ സെലക്ട് ചെയ്തത്? അപ്പം ദൈവത്തിന് പോലും നീതിയില്ല. അങ്ങനെയൊക്കെ ഞാൻ പറയുന്നു. കാരണം അതുപോലെ ഞാൻ അതിൻ്റെ പേര് വേദനിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തും ഞാൻ കേട്ടോ എപ്പോഴും എന്നെ കാണാൻ കൊള്ളില്ല എന്ന് പറയും. പക്ഷെ ഞാൻ എന്നിൽ സംതൃപ്തിയായിരുന്നു. പക്ഷെ മറ്റുള്ളവർ എപ്പോഴും അങ്ങനെ പറയും. അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ ഒരു പെയിൻ അല്ലെങ്കിൽ സ്കിൻ കളറിൻ്റെ പേരിലുണ്ടാവുക ആ ഒരു പെയിൻ എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊരാൾക്കത് മനസ്സിലാവില്ല. അത് ആ രീതിയിൽ അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം നിസ്സാര കാര്യങ്ങൾ ആ കുട്ടി ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന പോലെ, അതുപോലെ ആ കുട്ടിയുടെ അമ്മ വഴിയായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയോട് അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുക. അതുപോലെ അവളുടെ സഹോദരൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ നല്ല ഏജുള്ള ഒരു ആളാണ്. പുള്ളി ഒരുപാട് എന്നെ പറയുന്നത് എന്നെക്കുറിച്ച് എന്നോട് വെറുപ്പ് കാണിക്കുക, എന്നെ വന്ന് കൊല്ലും എന്നൊക്കെയാണ് ആ കുട്ടിയുടെ അമ്മ പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള കാര്യം എന്തിനാണെന്ന് എനിക്കിന്നും അറിയില്ല. ഒരിക്കലും ഞങ്ങൾക്കിടയിൽ ഒരു കോമ്പറ്റീഷനില്ല. കാരണം ഞാൻ ക്ലാസ്സിലെ ഏറ്റവും പുറകിൽ കിടക്കുന്ന കുറച്ച് 50 പേരുള്ള ക്ലാസ്സിൽ ആ കുട്ടി ഏറ്റവും ടോപ്പ് 5 പെട്ട ഒരാൾ. സൗന്ദര്യം ആ കുട്ടി പറഞ്ഞ പോലെ ആ കുട്ടിക്കാണ് കൂടുതൽ. സ്കിൻ കളറുണ്ട്. പിന്നെ അല്ലാതെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വരുമ്പോൾ അതിലൊക്കെ ആ കുട്ടി ടോപ്പാണ്. ഞാനിതിലൊന്നും അല്ല, എനിക്കൊന്നും അറിയില്ല, ഒന്നുമില്ല. അപ്പം ആ കുട്ടി പറഞ്ഞ പോലെ ഞാൻ കഴിവില്ലാത്ത ആളായിരിക്കാം. പക്ഷേ അങ്ങനെ ഒരാളോട് ഒരിക്കലും ഒരു കോമ്പറ്റീഷൻ വരാത്തിനിടയ്ക്കും എന്നോട് എന്തിനാണ് ശത്രുത എന്ന് എനിക്ക് ഇന്നും അറിയില്ല, അന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അത്രയും വർഷമായിട്ട് ആ പക എൻ്റെ മനസ്സിലായത്. എനിക്ക് ഭയങ്കര വിദ്വേഷം, അതൊരിക്കലും ക്ഷമിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അത് ഉടമ്പടി എടുക്കുന്ന സമയത്തൊന്നും ഞാനതിനൊരു പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഒരു സംഭവമായിട്ടോ, കാരണം അത് മനസ്സിൽ നിന്ന് പോവില്ല. ഒരുപാട് ധ്യാനം കൂടിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് അതെന്ത് ചെയ്താൽ പോവില്ലത്. കാരണം എൻ്റെ രൂപം മാറാതെ എനിക്ക് ഒരിക്കലും ആ കൊച്ചിനോട് ക്ഷമിക്കാൻ പറ്റില്ല. അത്രയും വൈരാഗ്യമായിരുന്നു എൻ്റെ മനസ്സിൽ. ആ കൊച്ചു ചത്തു പോകണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്. ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ അത് തന്നെയാണ് സത്യം. ഇവിടുന്ന് ഉടമ്പടി എൻ്റേതായിട്ട് മാറി ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് തന്നെ തൈലം ഒരു കുഴമ്പ് പോലെ എൻ്റെ കയ്യിൽ ഫുള്ളായിട്ട് എടുത്ത് എൻ്റെ ഫേസ് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ഉടമ്പടിയുടെ ഫസ്റ്റ് നൈറ്റിൽ ഞാൻ കിടന്നുറങ്ങുന്നത്. കാരണം എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ വേദനിച്ച, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം കിട്ടേണ്ട അനുഗ്രഹം അതായിരുന്നു. ഞാൻ മാതാവിനോട് ഈശോയോട് ചോദിച്ചിട്ടുണ്ട്, എനിക്കൊരു ക്യാൻസർ അല്ലെങ്കിൽ ഒരു ക്യാൻസർ വന്ന ഒരാൾക്ക് പോലും 2 ഉണ്ട് ഓപ്ഷൻ. ഒന്നേ റിക്കവറി അല്ലെങ്കിൽ നമ്മൾ മരിക്കും. ആ ഒരു ഇതിലുണ്ട്. 2 ഏതിലും സംഭവിക്കും. ഇതെന്ന് പറഞ്ഞാൽ മനസ്സിനേക്കുന്ന മുറിവ്. ഇതെന്ത് സംഭവിച്ചാലും പോവില്ല. നമ്മൾ ജീവിതം മുഴുവൻ വേദനിച്ചുകൊണ്ടിരിക്കും. അതായിരുന്നു എൻ്റെ അവസ്ഥ. ഞാൻ അങ്ങനെ ഉടമ്പടി തൈലം ചെയ്തു. ഫസ്റ്റ് ദിവസം. സെക്കൻഡ് ദിവസം ആയപ്പോൾ എനിക്ക് സ്വയം എൻ്റെ മനസ്സിൽ എൻ്റെ അനിയത്തി ഇങ്ങനെ എന്നോട് പറഞ്ഞായിരുന്നു, മുഖത്തിന് വൈകൃതം ഒന്നും ദൈവം തന്നില്ലല്ലോ, ഇങ്ങനെ നമ്മളെ ജനിപ്പിച്ചില്ലേന്ന് എന്നോട് ചോദിച്ചിരുന്നു. അവൾ നന്നായിട്ട് സ്കിൻ കളറുള്ള ആളാണ്. പക്ഷെ ഒരിക്കൽ പോലും അവൾ എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് പോലും ഞാൻ ഒരിക്കലും എനിക്ക് ഈ കളർ ഡ്രസ്സ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഓറഞ്ചും പീച്ചും കളറല്ലാതൊരു ഡ്രസ്സ് പോലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ജീവിതത്തിൽ ഇട്ടിട്ടില്ല. കാരണം അതുപോലെ സ്കിൻ കളറിൻ്റെ പേര് ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ബുക്ക് എഴുതാൻ മാത്രം കാണും. അതുപോലെ അത് ഞാനിവിടെ ചുരുക്കുക. പക്ഷേ ആ കുട്ടിയോടുള്ള അത്രയും വലിയ വൈരാഗ്യം ഞാൻ ആ കുട്ടിയോട് അതിൽ പിന്നെ വേണ്ടിയിട്ടില്ല. ഞാനൊരു ഗോൾഡ് ഇടാൻ പാടില്ല, അതൊക്കെ മണിക്കൂർ നിന്ന് ചെക്ക് ചെയ്ത് ഗോൾഡാണ്, അങ്ങനെ എനിക്കറിയില്ല അതിനെക്കുറിച്ച് പറയാൻ. പക്ഷേ ആ കുട്ടിയോട് അത്രയും വർഷം ഞാൻ ആ കുടുംബത്തോടും ആ കുട്ടിയോടും സൂക്ഷിച്ചിരുന്നു. അവളുടെ പപ്പ ഒഴികെ ചേട്ടൻ അമ്മയോടെല്ലാം എനിക്ക് ദേഷ്യമായിരുന്നു. ആ വൈരാഗ്യം ഞാനിവിടെ ഉടമ്പടി എടുത്ത് പോയി ഫസ്റ്റ് കുംസാരിച്ചു. എനിക്കത് ഓക്കെ ആകാൻ പറ്റിയില്ല. സെക്കൻഡ് കുംസാരത്തിൽ പറഞ്ഞു ഓക്കെ ആകാൻ പറ്റിയില്ല. തേർഡ് കുംസാരത്തിൽ ആ അച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ അച്ഛൻ, നമ്മൾ ചേട്ടനച്ഛൻ എന്നൊക്കെ പറയില്ല, അതുപോലെ ഭയങ്കര എനിക്ക് ഈശോടെ എടുത്ത് പറയുന്ന പോലെ തോന്നിയത്. ആ അച്ഛൻ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ഭയങ്കര ഫ്രണ്ടിനോട് പെരുമാറുന്ന പോലെ. ആ കുംസാരം ഞാൻ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഫ്രാങ്കോ മുളക്കലിൻ്റെ ഇഷ്യൂ കഴിഞ്ഞ പിന്നെ എനിക്ക് കുംസാരത്തോട് തീരെ താല്പര്യമില്ലായിരുന്നു. ഞാൻ മൊത്തത്തിൽ അങ്ങ് മാറിയായിരുന്നു. പക്ഷേ ആ അച്ഛൻ്റെ ഒറ്റ കുംസാരം ഞാൻ ശരിക്കും ആ ഹോളിലൂടെ നോക്കി അച്ഛൻ്റെ കാലിൻ്റെ മടി കൈ വെച്ചിരിക്കുന്നത് കണ്ടു. എനിക്ക് ശരിക്കും ഈശോ ഇരിക്കുന്നതായിട്ട് ആ സമയത്ത് തോന്നി. ഞാൻ താങ്ക് യു ജീസസ് എന്ന് പറഞ്ഞിട്ട് ആ കുംസാരത്തിന് ലാസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റും ലാസ്റ്റും ഈ സമയത്തുള്ള ഒരു അച്ഛനോട് അങ്ങനെ പറഞ്ഞത്. താങ്ക് യു ജീസസ് എന്ന് പറഞ്ഞിട്ടാണ് കുംസാരം നിർത്തി പോകുന്നത്.
ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു എനിക്കത് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം വന്നു. അതോടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ശത്രുത, അതുപോലെ തന്നെ ഞാൻ IELTS ക്ലാസ്സിൽ കേരളത്തിൽ അതിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏജൻസിയുടെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പഠിച്ചത് IELTS. പക്ഷേ അവിടെ ഇതുപോലൊരു സാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്കിൻ കളർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അദ്ദേഹം സ്കിൻ കളറുള്ള ടിക്ടോക്കിലൊക്കെ ടോപ്പായിട്ടുള്ള വൈറലായിട്ടുള്ള ആ വക പെൺകുട്ടികളെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. എൻ്റെ തോന്നലാന്ന് അമ്മയൊക്കെ എന്നോട് വീട്ടിൽ നിന്ന് പറഞ്ഞു. പക്ഷേ അല്ല, പോകെ പോലെ ക്ലാസ്സിലെ ബോയ്സും എല്ലാം പറയാൻ തുടങ്ങി. അവർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നോടൊരു എനിക്ക് അതുപോലെ തന്നെ ഇങ്ങനെ എനിക്ക് ഇൻസൾട്ട് കിട്ടിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് സമൂഹത്തെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് എല്ലാവരോടും വെറുപ്പും വിദ്വേഷമാണ്. ഞാൻ ഒരാളെ ആദ്യമായിട്ട് കണ്ട അയാളുടെ സ്കിൻ കളറായിരുന്നു നോക്കിയിരുന്നത്. അവർ വെളുത്ത മനുഷ്യനാണെങ്കിൽ ഞാൻ മാറിപ്പോവും. അതാണായാലും ആദ്യം എനിക്ക് സ്ത്രീകളോട് മാത്രമായിരുന്നു പ്രശ്നം, കാരണം അവരായിരുന്നു എന്നെ ഏറ്റവും ഇൻസൾട്ട് ചെയ്ത്. പിന്നീട് ഈ സാറിൽ നിന്ന് ഈ അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആണിനെയും പെണ്ണിനെയും എല്ലാവരെയും പേടിയാകാൻ തുടങ്ങി. എനിക്ക് മാക്സിമം ഞാൻ സംസാരിക്കാതെ അവിടുന്ന് ഞാൻ എങ്ങനെയായാലും പോകും. എനിക്ക് പേടിയാണോ വിഷമോ എനിക്കറിയില്ല, എനിക്ക് പേടി അവരെ ഫേസ് ചെയ്യാൻ. കാരണം ആ സാറെന്ന് പറഞ്ഞാൽ ഒന്നാമതൊരു ചെറുപ്പക്കാരൻ മനുഷ്യൻ. ഞാൻ വിചാരിച്ചു ഇന്നത്തെ കാലത്തൊക്കെ ഇങ്ങനത്തെ മനുഷ്യരുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കത് വല്ലാത്ത ഷോക്കായിപ്പോയി. ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ മാട്രിമോണിയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ചൂസ് ചെയ്യുന്ന പോലെയല്ല, സ്റ്റുഡൻറ്റിനെ ചൂസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ജസ്റ്റ് സ്റ്റുഡൻസിന് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ഇദ്ദേഹം അതിന് മാത്രം ശരീര സൗന്ദര്യത്തിൽ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തു. അത് ക്ലാസ്സിലെ ബോയ്സ് എല്ലാം കംപ്ലൈൻറ്റ് ചെയ്ത് തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ തോന്നൽ സത്യമാണ്. എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ആ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്ന നല്ലൊരു വെളുത്തിട്ടൊരു പയ്യനുണ്ടായിരുന്നു. ആ കൊച്ചിൻ്റെ അടുത്ത് വർത്താനം പറയാൻ വരുമ്പോൾ ഞാൻ മാറി പോകും. എന്തോ നീയും എനിക്ക് ഫ്രണ്ടാന്നൊക്കെ ആ കൊച്ചു പറയും. പക്ഷേ എനിക്കെന്തോ ഇഷ്ടമല്ല, എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം അതുപോലെ ഞാൻ ആൾക്കാരിൽ നിന്ന് അത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് വന്നു. അമ്പലത്തേനും അങ്ങനെ എല്ലാ ദിവസവും തന്നെ ഈ സാർ ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് റൈറ്റിംഗ് കറക്ഷൻ തരില്ല, സ്പീക്കിംഗ് തരില്ല, എൻ്റെ ബുക്ക് കറക്റ്റ് ചെയ്തോട്ട് പോയിട്ട് തിരിച്ചു വരിക, അങ്ങനെ ഭയങ്കര ക്രൂവലായിട്ടാണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴത്തേനും അതും ഈ പെൺകുട്ടിയോടുള്ള വിദ്വേഷമായിരുന്നു എൻ്റെ മനസ്സിന് പോകേണ്ടത്. ഇത് രണ്ടുമാണ് ഞാൻ സംസാരിച്ചത്. 2 പേരോടും. ഇപ്പോൾ അവർക്ക് 2 പേർക്കും വേണ്ടി ഞാൻ ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ ഒരു അഭിഷേകം എനിക്ക് കിട്ടി. എനിക്കിപ്പോൾ അവരോട് ദേഷ്യം പോയിട്ട് ആരോടും എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ കാര്യം സെൽഫ് കോൺഫിഡൻസാണ്. എനിക്ക് എന്തും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഞാൻ എന്നിൽ കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ്. ഞാൻ ഏറ്റവും സുന്ദരിയായിട്ടാണ് ഇപ്പോൾ തോന്നാറ്. എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം സ്കിൻ കളറാകട്ടെ ഫിസിക്കൽ അപ്പിയറൻസ് ആകട്ടെ അതൊരു വിഷയമായിട്ടേ തോന്നാറില്ല. പിന്നെ എൻ്റെ ഒരു കാര്യം കൂടെ ഉണ്ട്, അതും ഉടമ്പടിയിലില്ലാത്ത കാര്യമാണ്. ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാളെ മീറ്റ് ചെയ്തു, ഞങ്ങൾ പരിചയപ്പെട്ടു. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണ്. ആ കുട്ടിക്കൊരു ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ ഈ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഈ കാര്യമൊക്കെ പറയുമ്പോൾ വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ പോകെ എനിക്ക് മനസ്സിലായി അവനത് ദൈവം എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര കലിയാണ്. ചെകുത്താനെ പോലെ അവൻ ദൈവത്തെ കാണുന്നത്. ഭയങ്കര വിദ്വേഷം, എപ്പോഴും ദൈവത്തെ തെറി, ഭയങ്കര മോശം കാര്യങ്ങളാണ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. ഒരു മതവും ഇല്ല എന്ന് വിശ്വസിച്ചിരുന്നുള്ള ദൈവം, ക്രിസ്ത്യനില്ല, ഹിന്ദുവില്ല, മുസ്ലിമില്ല, ആരുമില്ല, മതമില്ല. അതുപോലെ തന്നെ അച്ഛന്മാരൊക്കെ ആയാലും സിസ്റ്റേഴ്സിനായാലും മോശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയും. ഇപ്പോൾ കൃപാസനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറയും ചുമ്മാ ഇരുന്ന് ഫുഡ് കഴിക്കുന്നവർ അച്ഛന്മാർ, അവരങ്ങനെ പലതും പറഞ്ഞ് പല സ്ഥാപനവും തുറക്കും, അത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി. അങ്ങനെ ഭയങ്കര മോശമായിട്ടായിരുന്നു ദൈവത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നത്. അപ്പം സയൻസിലാണ് ഉള്ള സത്യം എന്നാണ് പറയുന്നത്. അപ്പം ഇത് ലാസ്റ്റാണ് എനിക്ക് മനസ്സിലായത്. അവൻ്റെ അമ്മ ഭയങ്കര ദൈവവിശ്വാസിയായിരുന്നു. എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിന്ന് ഫുൾ ടൈം മരുന്നിന് പകരം അവൻ്റെ അമ്മയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു അസുഖം വന്നു. പക്ഷെ അവർ മരുന്നിനേക്കാൾ കൂടുതൽ ബൈബിളിനെ സ്നേഹിച്ച് എപ്പോഴും വചനം വായിക്കും, കംപ്ലീറ്റ് ഉപവാസം, അത് എന്നും തന്നെ അത് മുടങ്ങാതെ ഉപവാസം ചെയ്യുക. അതുപോലെ തന്നെ കർത്താവിന് ഈ കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട്. ആ വചനം അവസാനം അവൻ്റെ അമ്മ ഒരു 40 വയസ്സോ എന്തോ ഉള്ളപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് അത്രയും ചെറിയ ഏജിൽ അവർ മരിച്ചുപോയ ആ സ്ത്രീ അസുഖം വന്ന. പക്ഷെ അവരപ്പോൾ പോലും ഈ മക്കൾ അനാഥരാകുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്നല്ലോ അവർ ചിന്തിച്ചു. ആ സമയത്ത് പോലും അവർ വചനം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ മാതാവിൻ്റെ ഭയങ്കര ഭക്തിയായിരുന്നു അവൻ്റെ അമ്മ, ജപമാല, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഭയങ്കര ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിച്ച ഒരു മനുഷ്യത്തി. അവരുടെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല കാരണം മറ്റൊരാളുടെ പേഴ്സണൽ കാര്യമുള്ളൂ. അതുപോലെ വന്ന ഒരു വ്യക്തി ഒരിക്കൽ പോലും ദൈവത്തെ ഇതായിട്ട് പറഞ്ഞിട്ടില്ല. എപ്പോഴും ഇവനും ചെറുപ്പത്തിൽ അതുപോലെയായിരുന്നു, ഫുൾ ടൈം പ്രാർത്ഥന, അച്ഛനോ പാസ്റ്ററോ ആകാമെന്ന് എല്ലാവരും പറയുമായിരുന്നെന്ന് പറഞ്ഞു. പക്ഷേ അമ്മയെ ദൈവം വിളിച്ചു കഴിഞ്ഞപ്പോൾ അത് ദൈവത്തോട് ഭയങ്കര വിദ്വേഷവും വൈരാഗ്യവുമായി. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്കൊന്നും തന്നില്ല. അയാൾ എൻ്റെ അമ്മയെ കൊണ്ടുപോയി അവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറയും, എന്നാൽ നീയും നിൻ്റെ മാതാവും അവിടുത്തെ അച്ഛനോടും കൂടെ പറയാം എൻ്റെ അമ്മയെ തിരിച്ചറിയാം, എങ്കിൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറയും. അങ്ങനെ എപ്പോഴും മോശമായിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. ഒരിക്കലും വിശ്വസിക്കില്ല, ദൈവമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരിട്ട് കർത്താവിന് ആധാർ കാർഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളായിരുന്നു പുള്ളി. എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാ എങ്കിൽ ഞാൻ വിശ്വസിച്ചേക്കാം, ഇല്ലെങ്കിൽ അങ്ങനെ ഒരാളില്ല.
എൻ്റെ അമ്മയാണ് എൻ്റെ ദൈവം. സ്വന്തം അമ്മയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ദൈവത്തോട് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെ എല്ലാം പ്രാർത്ഥിച്ചു പോകുന്നു. അല്ലാതെ ഒരിക്കലും ഒരു ദൈവമോ ഒരു മതമോ ഒരു മതപണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര കലിയാണ്. അവർ പൈസയ്ക്ക് വേണ്ടി മാത്രമേ ചെയ്യുന്നു, അങ്ങനെ ഇതാ. അപ്പം ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പതിയെ വല്ല കാലത്തും ഞങ്ങൾ കാണാറുള്ളൂ. ആ സമയത്ത് ഞാൻ ഉടമ്പടി തൈലം തേച്ച് കുരിശ് വരച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഞാൻ ഉപ്പ്, പിന്നെ പത്രം, കാശ് രൂപം അങ്ങനെയെല്ലാം കൊടുക്കാൻ തുടങ്ങി. അപ്പം ഇതെല്ലാം മേടിക്കും, പക്ഷേ ഇതിലൊന്നും വിശ്വാസമില്ല. എന്നോട് പറഞ്ഞു ഞാനത് ഇവിടെ വീട്ടിൽ ചുമ്മാ ഇട്ടേക്കുക എന്നൊക്കെ പറയുള്ളൂ. പക്ഷേ ഇതിനിടയ്ക്ക് അവന് പ്രൈവറ്റായിട്ടുള്ളൊരു എക്സാം വന്നു. ആ സമയത്ത് എനിക്ക് IELTS എക്സാമിന് വേണ്ടി അച്ഛൻ വെഞ്ചരിച്ച് തന്ന കാശ് രൂപം ഉണ്ടായിരുന്നു. ഞാൻ എക്സാം എഴുതി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇരിക്കുമായിരുന്നു. ഞാൻ ആ കാശ് രൂപം കൊടുത്തിട്ട് പറഞ്ഞു, വിശ്വാസമില്ലെങ്കിലും കുഴപ്പമില്ല, ഇതുകൊണ്ടൊന്ന് എക്സാമിന് പോകാമെന്ന് ചോദിച്ചു. അപ്പം പഠിക്കാനൊന്നും പറ്റില്ല, കാരണം ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്, ഒട്ടും പഠിക്കില്ല. എന്നോട് പറഞ്ഞു ഉറപ്പായിട്ട് ഞാൻ തോറ്റിരിക്കും, മെയിനായിട്ട് 2 സബ്ജക്റ്റ് ഒരു കാരണവശാലും ഞാൻ പാസ്സായില്ല, കാരണം എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അതിലൊരു സബ്ജക്റ്റിൻ്റെ എക്സാം കഴിഞ്ഞ് വന്നിട്ട് എന്നോട് പറഞ്ഞു, പക്ഷേ ഈ കാശ് രൂപം കൊണ്ടാണ് പോയത്, അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, അത് കൊണ്ടുപോയി. എന്നിട്ട് ഈ എക്സാം കഴിഞ്ഞ് വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ ഹാളിൽ ഇരുന്നതിൽ ആരും ഞാനല്ലാതെ ഒരാൾ പോലും എല്ലാവരും അരമണിക്കൂറിനുള്ളിൽ എഴുന്നേറ്റ് പോയി, ഞാൻ മാത്രമേ ലാസ്റ്റ് വരെ ഇരുന്നു. ഞാൻ എന്തൊക്കെ എഴുതി, പക്ഷേ എനിക്കൊന്നും അറിയില്ല ഞാൻ എന്താ എഴുതിയെന്ന്. അങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞു. അത് എന്നാന്ന് എനിക്കറിയത്തില്ല, ഞാൻ അക്ഷരം എഴുതിയിട്ടില്ലെന്ന് പറഞ്ഞു. എന്തൊക്കെ എഴുതി വെച്ചു, എനിക്കൊന്നും ആ അക്ഷരം എന്നാ എഴുതിയെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എല്ലാ സബ്ജക്റ്റിനും ഒരുവിധം നല്ല മാർക്കോടുകൂടി പാസ്സായി. പക്ഷെ എന്നിട്ടും പുള്ളി അത് വിശ്വസിച്ചിട്ടില്ലായിരുന്നു, കാരണം അങ്ങനെ ഒരു ഇതില്ല, അത് തോന്നല, അതെന്തോ അങ്ങനെ സംഭവിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. ലാസ്റ്റ് ഇപ്പം ഒരു 6 മാസമായിട്ട് അതുപോലെ ദൈവത്തെ വിദ്വേഷിയായിട്ട് നടന്നിരുന്ന ഒരു വ്യക്തി അത്ര മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് തോന്നുന്ന കാര്യം. കാരണം ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല, കാരണം അതുപോലെ വിദ്വേഷം. എൻ്റെ അമ്മയെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ ദൈവത്തിലല്ല, നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് വന്ന് ഞാൻ വേണേൽ കാലേ വീഴാന്ന് എന്നോട് പറഞ്ഞത്. ഒരിക്കലും ദൈവവും ഇല്ല മാതാവില്ല, ഭയങ്കര മോശം വാക്കുകളാണ് പറഞ്ഞിരുന്നത്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റും. സാക്ഷ്യം ഒന്ന് അയച്ചു കൊടുത്താൽ അതിന് 9 ആയിരിക്കും ചീത്ത ഇങ്ങ് വരാം. അതുപോലെ എപ്പോഴും മോശമായിട്ടാണ് സംസാരിച്ചിരുന്നത്. അപ്പം അന്നേരം അതും അവരെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചോ എല്ലാം. അവൻ്റെ അമ്മ അങ്ങനെ ഒരു ഫോളോ ചെയ്ത് പോയൊരു വ്യക്തിയിൽ ഇങ്ങനെ ഇപ്പോൾ ഒരു 6 മാസത്തിന് ശേഷം 6 മാസമായിട്ട് പ്രാർത്ഥനയിലേക്ക് വന്നു. അതുപോലെ അവരുടെ പള്ളിയിൽ പോകാൻ തുടങ്ങി, കുംസാരിച്ചിട്ട് എന്നെ പറഞ്ഞു ഇത്രയും പോസിറ്റീവ് എനർജി കിട്ടിയ ഒരു കാര്യമില്ലെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരുപാട് ഡെയിലി പള്ളിയിൽ പോകാൻ തുടങ്ങി, ജോലിക്ക് പോകണമായിട്ട് പോലും അത്ര വ്യത്യാസത്തിലേക്ക് വന്നു. അതുപോലെ തന്നെ ഇവിടെ വന്ന് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് എനിക്ക് സാധിച്ചിട്ടുവാണെങ്കിൽ ഇവിടെ വരാമെന്ന് പറയാൻ പറഞ്ഞു. അതെനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. പിന്നെ എൻ്റെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ഉടമ്പടി വെച്ചിരുന്ന കാര്യമായിരുന്നു. എൻ്റെ IELTS എക്സാമിന് വേണ്ടി ഞാൻ ഇവിടെ വന്ന ഫസ്റ്റ് അമ്മ ഉടമ്പടി എടുത്ത സമയത്ത് അതിൽ എനിക്ക് വേണ്ടി പ്രത്യേകം ഒന്നും എഴുതാനില്ലായിരുന്നു. കാരണം എൻ്റെ പ്ലാൻ എനിക്ക് ഇവിടെ എറണാകുളത്തോ എന്തെങ്കിലും അങ്ങനെ ഒരു ജോലി മതി, അങ്ങനെയായിരുന്നു. പക്ഷേ എന്തോ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് എഴുതി എനിക്ക് IELTS എഴുതി പുറത്ത് പോകണം. അത് എന്തുകൊണ്ട് എഴുതിയെന്നറിയില്ല. പക്ഷേ ആ സമയത്ത് അമ്മ എൻ്റെ കയ്യെ തട്ടിയായിരുന്നു, എന്തിനാന്നുള്ള മട്ടിൽ ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ല, ഒരിക്കലും അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഞാനൊരു പ്രൈവറ്റ് ഫേമിൽ ജോലിക്ക് കയറുകയും ചെയ്തു. കാരണം കോവിഡിൻ്റെ 2 വർഷമുണ്ട്, അപ്പോൾ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ ആരോ ഇരുന്ന് പറയുന്ന പോലെ തോന്നി IELTS എഴുതാൻ വേണ്ടി. പെട്ടെന്ന് ഞാൻ ഇവിടെ വന്നു, പ്രാർത്ഥന ശക്തമാക്കി ഞാൻ പോയി IELTSന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു. അവിടെ ഞാൻ പറഞ്ഞല്ലോ സാറിൻ്റെ ഇഷ്യൂ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നു. എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം IELTS പഠിച്ചിരുന്നവർ ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനെയുള്ള ആളുകൾ മാത്രമായിരുന്നു എൻ്റെ കൂടെ ഇരുന്നത്. കാരണം ഈവനിങ് ബാച്ചിൽ പിള്ളേരായിട്ടുള്ള ആരും തന്നെ ഇല്ലായിരുന്നു. അപ്പം ഞാനായിരുന്നു അവിടെ ഏറ്റവും അറിയത്തില്ലാത്ത ആൾ. എനിക്ക് ശരിക്കും ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, എനിക്കതിന് ഒട്ടും പറ്റത്തില്ല IELTS. അതുപോലെ തന്നെ എനിക്ക് സ്പീക്കിംഗ് എൻ്റെ അനിയത്തിയായിരുന്നു കറക്ഷൻ ചെയ്തോളൂ. ഞാൻ അവൾക്ക് വോയിസ് അയച്ചു കൊടുക്കും, അവളത് കറക്ഷൻ ചെയ്ത് തരുമായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ ഡേറ്റ് എടുത്ത് പറഞ്ഞ സമയത്ത് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ അവൾ ഒരു കാരണവശാലും ജയിക്കില്ല, 99% അവൾ തോറ്റിരിക്കും. അത് അമ്മ അവളോട് പറയേണ്ട, അവളുടെ സെൽഫ് കോൺഫിഡൻസ് പോകും. പക്ഷേ അവൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് മിറാക്കിളാന്ന് പറഞ്ഞു. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഉടമ്പടി കാശ് രൂപവും ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ പഠിക്കുന്ന എല്ലാ മെറ്റീരിയലിലും എപ്പോഴും ഉടമ്പടി കാശ് രൂപം വെച്ച് ഓരോ തവണ തൈലം തൊട്ടായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അനിയനൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞു ഉപ്പ് എറിഞ്ഞ് കാര്യം സാധിക്കുന്ന ആളെന്നാണ്. കാരണം ഞാൻ എവിടെ പോയാലും ഉപ്പെറിയും. ഞാൻ ഉപ്പ് വിതറി പ്രാർത്ഥിക്കാത്ത ഞാൻ ഇത്രയും കാലത്തിനിടെ പോയ ഒരു സ്ഥലം പോലും കാണില്ല. ഓരോ കാര്യത്തിനും വേണ്ടി അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതെനിക്ക് എല്ലാം സാധിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഉപ്പ് വിതറി അവിടെ പ്രാർത്ഥിച്ചു. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് UK സ്കോർ കിട്ടി. പക്ഷേ അത് വീട്ടിൽ എല്ലാവർക്കും അത്ഭുതമായിട്ട് തോന്നി, കാരണം എനിക്ക് ഒരിക്കലും കിട്ടില്ല, എനിക്കൊന്നും അറിയത്തുമില്ല. പക്ഷേ സെക്കൻഡ് അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ കാനഡ ആഗ്രഹിച്ച് എനിക്കത് തന്നെ വേണം. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് എഴുതി. സെക്കൻഡ് അറ്റംപ്റ്റ്
അറ്റംപ്റ്റ് വീണ്ടും റെഡിയായി. പക്ഷേ ആ ഫസ്റ്റ് അറ്റംപ്റ്റിന് എനിക്ക് പാസ്സാകാത്തതിന് ഒരു കാരണം ഉണ്ടായിരുന്നു. ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്ത് തുടങ്ങിയിട്ടില്ലായിരുന്നു, ഒന്നുപോലും ചെയ്തിട്ടില്ല. കാരണം എനിക്ക് അറിയില്ലായിരുന്നു എന്നല്ല, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ പൈസ, അതുകൊണ്ട് ഞാനൊരു ഓർഫണേജൊക്കെ വിസിറ്റ് ചെയ്ത് അവർക്ക് എന്താ കൊടുക്കാൻ പറ്റുക അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ട്. പക്ഷേ അന്ന് ഞാൻ ഇവിടെ വന്ന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, ഒരിക്കലും ആ സമയത്ത് വിളിക്കാത്തൊരു ഫ്രണ്ട്. എന്തോ സംസാരിക്കാനാണെങ്കിൽ പെട്ടെന്ന് എന്നോട് പറഞ്ഞു അവർ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നതിനെക്കുറിച്ച്. അത് ഉടമ്പടി എടുത്താണെന്നല്ല, പക്ഷേ ചുമ്മാ ഇങ്ങനെ ചെയ്യുന്നതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു. അപ്പം ഒരു വരുമാനമില്ല, പക്ഷേ ഞങ്ങൾക്ക് ഉള്ളതിനകത്തുനിന്ന് ഒരു 1000 രൂപയാണ്, അത് ഞങ്ങൾ കൊടുക്കും, ആ രീതി പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലും വന്നു എനിക്ക് അത്രയും ഒരു ചെറിയ തുച്ഛമായ ഒരു ശമ്പളമുണ്ട്, അതിൽ നിന്ന് എനിക്ക് കൊടുക്കാമല്ലോ എന്ന്. പിന്നെ ആ രണ്ടാമത്തെ തവണയായപ്പോൾ ഞാൻ കാരുണ്യപ്രവൃത്തി ശക്തമാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സെക്കൻഡ് അറ്റംപ്റ്റ് വന്നപ്പം ഞാൻ ഇപ്പോഴും എനിക്ക് റീഡിങ് ക്ലാസ്സിൽ എനിക്ക് ഒരിക്കലും ഒരു സബ്ജക്റ്റ്, എല്ലാവർക്കും ഏതെങ്കിലും ഒരെണ്ണം കാണും, ഒരു മൊഡ്യൂൾ കാണും ഈസി, എനിക്ക് ഒന്നുമില്ല, 4 എനിക്ക് അറിയത്തില്ല. അതാണ് എൻ്റെ അവസ്ഥ, സ്പീക്കിംഗ് ഒട്ടും അറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ ഓരോ എക്സാമിൻ്റെ സമയത്തും എല്ലായിടത്തും കുരിശ് വരച്ച്. അതുപോലെ ഞാൻ ഇത് ആരും ഇങ്ങനെ ചെയ്തിട്ട് പോലും കാണില്ല, ചിലപ്പോൾ ചെയ്താൽ അത് വിഷയം വരെ ആവുമായിരിക്കും, എനിക്കറിയില്ല. എൻ്റെ റീഡിങ്ങിൻ്റെ ലിസണിങ്ങിൻ്റെ ആൻസർ ഷീറ്റിൽ, IELTSൻ്റെ ആൻസർ ഷീറ്റിൻ്റെ മുകളിൽ പെൻസിൽ കൊണ്ട് ഞാൻ കൃപാസന അമ്മ എന്ന് എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് അത് മായ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അത് മായ്ച്ചിട്ടില്ല. ഞാൻ അങ്ങനെയാണ് ആ പേപ്പർ സബ്മിറ്റ് ചെയ്തത്, അങ്ങനെ അത് ചെയ്തു പോയി. പക്ഷേ അങ്ങനെ ഞാൻ എൻ്റെ റീഡിങ്ങിന് എക്സാമിന് ഞങ്ങളുടെ ആ ഒരു സെക്ഷനിൽ നോക്കാൻ തിന്ന ആ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു ഇത് എങ്ങനെ കഴിയും. കാരണം ലാസ്റ്റ് 20 മിനിറ്റ് നിൽക്കുമ്പോൾ ഫസ്റ്റ് 20 മിനിറ്റിൻ്റെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും ഞാൻ അതിലൊന്നും പാസ്, കാരണം എനിക്കറിയില്ല ചെയ്യാൻ. സ്പീഡ് കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പെട്ടെന്ന് വായിച്ച് എന്തൊക്കെയോ എഴുതി വിട്ടു. ലിസണിങ്ങും കേട്ടോണ്ടിരിക്കുന്നതിനിടയ്ക്ക് എൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ എത്തുകയും നിന്നു. എനിക്ക് മീൻസ് എൻ്റെ ഇത് പോയി, അത് കറക്റ്റ് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ബാക്കി അതിൻ്റെ ഒരു കൺവേഷൻ കിട്ടത്തില്ല. ആ അവസ്ഥ വന്നു. അതും എനിക്കറിയില്ല. അങ്ങനെ ഓരോന്നും ആ IELTSൻ്റെ റിസൾട്ട് ഞാൻ ഇവിടെ വന്നതെന്നാണ് നോക്കിയത്. ഞാൻ ഒരിക്കലും ഒരു പബ്ലിക്കായിരുന്ന സ്ഥലത്തിരുന്ന് കരയില്ല. അതുപോലെ തന്നെ എനിക്ക് കൃപാസനം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിൽ വരുന്ന പോലെ എനിക്ക് എപ്പോഴും തോന്നാറ്. എവിടെയൊക്കെ പോയിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അതാ ഞാൻ ആദ്യമായിട്ട് അന്നേരം ഇവിടെ ഇരുന്ന് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. കാരണം എനിക്ക് സെയിം റിസൾട്ടായിരുന്നു രണ്ടാമത്തെ തവണയും വന്നു. എന്നിട്ട് ഞാൻ ആ വാഷ്റൂമിൻ്റെ അവിടെ പോയി. ഞാൻ ഒരിക്കലും പബ്ലിക് ടോയ്ലറ്റിൻ്റെ അങ്ങോട്ടൊന്നും പോയില്ല, പക്ഷേ ഞാൻ അവിടെ പോയിരുന്നു വാവിട്ട് കരഞ്ഞു. എനിക്ക് ശരിക്കും എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഫീലായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പെട്ടെന്ന് ഈ സൈഡിലായിട്ട് ഇങ്ങനെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് എന്നുള്ളത് എനിക്ക് എൻ്റെ കണ്ണിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്ന പോലെ തോന്നി. ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വന്നു റിവാലുവേഷൻ കൊടുക്കാം. കാരണം എന്നെപ്പോലെ ഒരു കഴിവില്ലാത്ത ഒരാൾ ഏജൻസി ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല വീണ്ടും റിവാലുവേഷൻ കൊടുക്കാം. കാരണം എനിക്ക് കിട്ടാത്ത ഒരാൾ എന്തിനു കൊടുക്കുന്നു, വെറുതെ 10-13 രൂപ പോവുള്ളൂ. പക്ഷേ ഞാൻ മാതാവിനെ മാത്രം വിശ്വസിച്ച് റിവാലുവേഷൻ കൊടുത്തു. എനിക്ക് കാനഡ സ്കോർ തന്നു. ഒന്നും അറിയത്തില്ലാത്ത എനിക്ക് കാനഡ സ്കോർ തന്ന് എന്നെ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക് ഓഫർ ലെറ്റർ വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളായിരുന്നു. ഫസ്റ്റ് ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ച് പോയിട്ട് ശേഷമാണ് എനിക്ക് ഓഫർ ലെറ്റർ വന്നത്. അന്ന് എനിക്ക് കിട്ടിയ കോളേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ഇല്ലായിരുന്നു. കാരണം അത് അവിടെ ഒരു ഭയങ്കര റൂറലായിട്ടുള്ള ഏരിയയിലുള്ള കോളേജായിരുന്നു. പക്ഷേ വേറെ നിവർത്തിയില്ല. ഒന്നാമത് എനിക്ക് ഇതിൽ ഏറ്റവും അത്ഭുതമായിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ 27 ഉണ്ട് ഏജ്. മാത്രമല്ല ഞാൻ ഓവർ ക്വാളിഫൈഡ് ആണ്. എനിക്ക് PG ക്വാളിഫിക്കേഷൻ ഉള്ളതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ഒരു ഡിഗ്രിയും കൂടെ ഉണ്ട്. അങ്ങനെയെല്ലാം വന്നു കഴിയും. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെയെല്ലാം വന്നു കഴിയുമ്പം ഭയങ്കരമായിട്ട് പോസിബിലിറ്റി കുറയും വിസ കിട്ടാനുള്ളതെന്ന് അവർ പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. ആ വിസ എനിക്ക് 3 തവണ പടപടയെന്ന് എനിക്ക് റിജക്ഷൻ വന്നു. അപ്പം ഏജൻസി എന്നോട് പറഞ്ഞു ഇത് നടക്കില്ല, ഇത് ക്രിസ്ത്യൻ ഇനി വെക്കണ്ട, അല്ലെങ്കിൽ നമുക്ക് പിന്നെ എന്തായാലും നോക്കാന്നുള്ള അവരും മടുത്തു. അപ്പം ഞാനും ഭയങ്കരമായിട്ട് വിഷമിച്ചു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുള്ള മാതാവേ എന്തുകൊണ്ടാണ് എനിക്ക് തരാത്തത്. പക്ഷേ ഞാൻ ഈ കാനഡ പ്ലാൻ വെച്ചപ്പോൾ തന്നെ കാനഡയുടെ ഒരു മാപ്പ്, അതുപോലെ തന്നെ ഞാൻ ഓരോ തവണ കൊടുക്കുന്ന SOP, എൻ്റെ ഓഫർ ലെറ്റർ, ഇതൊക്കെ ഞാനൊരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൽ ഓരോ തവണയും തൈലം തൊട്ട് കുരിശ് വരച്ചുകൊണ്ടിരുന്ന ആ പേപ്പറിൽ. അപ്പം ഞാൻ ആ കാനഡയുടെ മാപ്പിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കോളേജിന് വേണ്ട കാര്യങ്ങൾ എഴുതുമായിരുന്നു. പക്ഷേ എന്നിട്ട് എനിക്കിത് റിജക്ഷൻ വന്നു. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ സീരിയസ് ആയിട്ട് ആലോചിച്ചില്ല, എങ്ങനെയും അവിടെ എത്തുകാതെ ചിന്തിച്ചുള്ളൂ. അപ്പോൾ ഈ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ അതുപോലെ തന്നെ ആ സമയത്ത് എൻ്റെ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു പുള്ളി UK നീ എൻ്റെ ആ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ എടുത്തോ, അഡ്മിഷൻ എടുത്തോ, പാർട്ട് ടൈം ജോലി പുള്ളി സെറ്റാക്കി തരും, അക്കോമഡേഷൻ പുള്ളിയുടെ കൂടെ വേണേൽ പുള്ളിയുടെ കൂടെ താമസിക്കാം, അല്ലെങ്കിൽ ഇത് വേറെ ഞാൻ റെഡിയാക്കി തരാം, എല്ലാ കാര്യങ്ങളും പൈസ വരെ പുള്ളി മുടക്കാം. എനിക്ക് അവിടെ അന്നേരം എല്ലാ മെറിറ്റും ഉള്ള രീതിയിൽ വന്നു. ജസ്റ്റ് വിസ മാത്രം എടുത്താൽ മതി. മാത്രമല്ല എനിക്ക് ഉറപ്പായിട്ടും UK പോകാൻ പറ്റും. കാരണം
എൻ്റെ IELTS എനിക്ക് യു കെക്ക് പോകാൻ IELTSൻ്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ IELTS എഴുതാതെ പോകാൻ പറ്റും. ഇഷ്ടംപോലെ കോളേജിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് ഒരുപാട് കോളേജ് ഏജൻസി തന്നെ അയച്ചു തന്നു, ക്രിസ്റ്റി കൺട്രി മാറ്റിക്കോളാൻ പറഞ്ഞു. അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, മാതാവേ ഞാൻ നിന്നോട് ചോദിച്ചത് കാനഡയാണ്, കാനഡ എനിക്ക് കിട്ടി, ഞാൻ ഉടമ്പടിയിൽ വെച്ചതും അതാണ്. മനുഷ്യൻ പറയുന്ന കേട്ട് ഞാനത് മാറ്റില്ല. കാരണം ഉടമ്പടി, ഞാൻ ഒറ്റ വാക്കിൽ ഉടമ്പടിയെ പറയും, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളൂ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ്. പിന്നെ അതുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഉടമ്പടി വർക്കൗട്ട് ആകണമെങ്കിൽ എനിക്ക് കാനഡ തന്നെ കിട്ടണം, ഞാൻ അതാണ് നിന്നോട് ചോദിച്ചത്, അതെനിക്ക് മതിയെന്ന്. ആ പറഞ്ഞതുപോലെ തന്നെ പിന്നീട് എനിക്ക് ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ഒരു ഓപ്ഷനും കൂടെ തരണം കാനഡയ്ക്കുള്ളത്. അവരവസാനം സെർച്ച് ചെയ്തൊരു കോളേജ് തന്നു. അതും തീരെ ഓപ്ഷൻ കുറവായിരുന്നു എനിക്ക് കാനഡയുടെ കേസിൽ. പക്ഷേ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ ഒട്ടും ക്രിസ്റ്റിയോട് പറയില്ല ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി, കാരണം കിട്ടില്ല, വെറുതെ കൺട്രി മാറ്റി നോക്കുക, വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് നോക്കോ, കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു എൻ്റെ റിസ്കിൽ, അത് ഞാൻ അവരോട് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ മാതാവിൻ്റെ റിസ്കിലായിരുന്നു അത് ചെയ്തിരുന്നത്, നിങ്ങൾ അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു. എന്നെ അന്നേരം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നു വേണ്ട വേണ്ട. അങ്ങനെ ഞാൻ അതിന് അപ്ലൈ ചെയ്തു. എനിക്ക് ഓഫർ ലെറ്റർ ഭയങ്കരമായിട്ട് ഡിലേ ആയിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയി കുറച്ച് ദിവസത്തിന് ശേഷമാണ് അതിൻ്റെ ഓഫർ ലെറ്റർ കിട്ടുന്നത്, അതും അവസാന നിമിഷം. പിന്നെ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം അവസാന നിമിഷങ്ങളിലായിരുന്നു കിട്ടിയിരുന്നത്. അതുപോലെ എനിക്ക് ട്യൂഷൻ ഫീസ്, എനിക്ക് ലോൺ റെഡി ആകുന്നതിൻ്റെ ട്യൂഷൻ ഫീസിന് വേണ്ടി ഒറ്റ രൂപയ്ക്ക് വേണ്ടി പോലും എനിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എൻ്റെ അമ്മയുടെ കസിൻ ചേട്ടന്മാർ, സഹോദരങ്ങൾ, അവരുടെ മക്കൾ, അവർ എനിക്ക് ഒരു ചേട്ടൻ തന്നെയുണ്ട് എനിക്ക് 10 ലക്ഷം രൂപയോളം തന്നത്. 10 ലക്ഷം, 2 ലക്ഷം, 1 ലക്ഷം ഗോൾഡ്, അങ്ങനെ എല്ലാം ഇഷ്ടം പോലെയായിട്ട് അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടി. എൻ്റെ എല്ലാ ട്യൂഷൻ ഫീസും എനിക്ക് കറക്റ്റ് സമയത്ത് പേയ്മെൻറ്റ് നടത്താൻ പറ്റി. പക്ഷേ ലാസ്റ്റ് അപ്പോഴത്തേക്കും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ലാസ്റ്റ് വന്നപ്പോൾ എൻ്റെ ഓഫർ ലെറ്റർ എനിക്ക് റെഡിയായി. അത് കഴിഞ്ഞ് ട്യൂഷൻ ഫീസ് എല്ലാം കറക്റ്റ് പേയ്മെൻറ്റ് നടത്താൻ പറ്റി. പിന്നെ ബാങ്കിൽ പോകുമ്പോഴും ലോണിൻ്റെ സെപ്പറേറ്റ് റാസ്ബാക്ക് ഉണ്ട്. അവിടെ പോകുമ്പോഴും എല്ലാം ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും, ഞാൻ അവിടെ ചെന്നു ഉടമ്പടി തൈലം, അവരുടെ ഫ്രണ്ട് ഡോറിൽ തന്നെ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ചകത്ത് കയറി അവിടെ ഉപ്പ് വിതറിയിട്ട് ഞാൻ ഏത് ബാങ്കിൽ, ലോണിൻ്റെ സെക്ഷനിൽ എവിടെ പോയാലും, ഞാൻ ട്രിവാൻഡ്രത്ത് കിംസിൽ പോയപ്പം മെഡിക്കലിന് വേണ്ടി, പിന്നെ ഡൽഹിയിൽ VFS പോയപ്പോൾ അവിടെ എല്ലാം എൻ്റെ എന്നോട് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഇത് പുറത്തെടുക്കരുത്, അവർ വല്ല മയക്കുമരുന്ന് വയസ്സും നിനക്കിട്ട് വെടിവെക്കും എന്ന് വരെയും പറഞ്ഞു. കാരണം ഡൽഹി VFS അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു. കാരണം ഞാൻ എല്ലായിടത്തും എനിക്കത് ചെയ്താലേ സമാധാനമുള്ളത്, ഞാൻ ചെയ്തതൊക്കെ എനിക്ക് സാധിച്ചെന്ന് തോന്നുന്നു മാതാവ്. അപ്പം ഞാൻ അങ്ങനെ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഇതെല്ലാം ഞാൻ ചെയ്തിരുന്നത്. അതിനുശേഷം എനിക്ക് അതിൻ്റെ ഓഫർ ലെറ്റർ കിട്ടി. അതിന് പിന്നെ ഉണ്ടായിരുന്ന എൻ്റെ 2-3 സർട്ടിഫിക്കറ്റിലായിരുന്നു ഇഷ്യൂ. ഒന്ന് എൻക്വയറി സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റിൻ്റെ സമയത്ത് ഒരിക്കലും ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയതുകൊണ്ട് അതിനകത്ത് ഒരു എൻക്വയറി സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റാതെ പോയി. ലാസ്റ്റ് മിനിറ്റിലാണ് ബാങ്കുകാർ ഇത് പറയുന്നത്, നമ്മൾ അറിയുന്നത് നമ്മുടെ സൈഡിൽ മിസ്റ്റേക്ക് പറ്റി. ആ നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഇങ്ങനെ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ അമ്മയുടെ ഞങ്ങളുടെ ഒരു അഡ്വക്കേറ്റിൻ്റെ പേര് മനസ്സിൽ വന്നു. ആ മനുഷ്യൻ്റെ ഓഫീസ്, ഞാൻ എൻ്റെ അഡ്വക്കേറ്റായിരുന്നു, ഓഫീസിൽ പോയപ്പോൾ അദ്ദേഹം ഒരു ഇസ്ലാമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ റൂമിലെല്ലാം ഉപ്പ് വിതറി പ്രാർത്ഥിക്കുമായിരുന്നു. ഉപ്പെല്ലാം വിതറി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ആ മനുഷ്യൻ്റെ മുഖം അമ്മ എന്നോട് പറഞ്ഞു, ആ സാറിനോട് നീ ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ സാറിനോട് ചോദിച്ചു, സാറ് പറഞ്ഞു ഞാൻ പറയാം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അക്ഷയയിൽ ചെന്ന് ഇതിന് അപ്ലൈ ചെയ്തു. അക്ഷയക്കാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരിക്കലും ഇത് നാളെ കിട്ടില്ല. ഏത് മനുഷ്യനും, അതായത് ഞങ്ങളോട് പറഞ്ഞൊരു സെൻറ്റൻസ് ഇല്ല, മെമ്പർ സിറിൽ വിചാരിച്ചിട്ട്, ഞങ്ങളുടെ ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പറിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, മെമ്പർ സിറിൽ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ്, അവർക്ക് അവിടെ ഹോൾഡും ഉണ്ട്, എന്നിട്ട് നടക്കാത്ത കാര്യമാണ്, തനിക്കിത് ഒരിക്കലും കിട്ടില്ല എന്ന്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരിടത്തും ആരും റെക്കമെൻഡ് ചെയ്യാനില്ലായിരുന്നു, എല്ലായിടത്തും മാതാവ് മാത്രം. അത് മാതാവ് നേരെ ടോപ്പിൽ ചെന്നായിരുന്നു എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിരുന്നത്. ഒരു 100 അനുഭവങ്ങളുണ്ട്. എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്നു. അമ്മയാണ് ചെന്ന്, എനിക്കൊന്ന് ഓഫീസുള്ളത് കൊണ്ട് അമ്മ ചെന്നു. ആ വ്യക്തി അപ്പം തന്നെ അത് റെഡിയാക്കി തന്നു. പക്ഷേ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ അങ്ങനെ എന്തോ ഇഷ്യൂ വന്നു പോയി സിസ്റ്റത്തിൻ്റെ. പിറ്റേ ദിവസം എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടി. ആർക്കും തന്നെ മാത്രമല്ല, സാധാരണ അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ കിട്ടിയാൽ തന്നെ ഇരട്ടി ഫീസ് അടയ്ക്കാതെ കിട്ടുവേലെന്ന് അവർ പറഞ്ഞാൽ 5 പൈസ പോലും ഞങ്ങളുടെ കയ്യിൽ ഫീസ് കിട്ടില്ല. അഡ്വക്കേറ്റ് പോലും അന്താളിച്ചതിനോട് ചോദിച്ചാൽ അവർ പൈസ മേടിച്ചില്ലെന്ന്. അതെനിക്ക് സാധിച്ചു കിട്ടി. അതുപോലെ തന്നെ ഒരു ലോണിന് വേണ്ടി ഒരു ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് സ്ഥലം മേടിച്ചോ അവർ തരേണ്ടതായിരുന്നു. അത് ഞങ്ങളുടെ ഫസ്റ്റ് കസിൻസിൻ്റെ കയ്യിൽ നിന്ന് എഴുതി മേടിച്ച സ്ഥലമായിരുന്നു. പക്ഷേ ഞങ്ങളോട് ഉള്ള വെറുപ്പ് കാരണം ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി അമ്മ വിളിച്ചു ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞത്, നിങ്ങൾ രക്ഷപ്പെടണ്ട എന്നാണ്. ഇതാ വിദേശത്ത് പോകാൻ കാര്യം നമ്മൾ ഓപ്പണായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോയി. അന്നേരം പറഞ്ഞു നിങ്ങൾ രക്ഷപ്പെടണ്ട എന്ന്. ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. തൈലോ ഉപ്പും വിതറി, ഞാൻ എന്താവശ്യം വന്നാലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത പേപ്പർ പ്രിൻ്റ് ഔട്ട് എടുക്കും, അതിൽ ഉപ്പ് വിതറും, തൈലം തൊട്ട് കുരിശ് വരയ്ക്കും. എൻ്റെ മൊബൈൽ സ്ക്രീന്, ലാപ്ടോപ്പ്, എൻ്റെ ലാപ്ടോപ്പ് കണ്ടിട്ട് അനിയൻ എന്നോട് ചോദിക്കരുത് എന്താണ് എണ്ണപ്പാടമെന്ന്. കാരണം ഫുൾ ടൈം ഞാൻ കുരിശ് വരച്ചാൽ പ്രാർത്ഥിക്കുന്നത്. അതിൽ
അപ്പം അങ്ങനെ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ദിവസം അഡ്വക്കേറ്റ് എടുത്ത് ചെല്ലുമ്പോൾ അതും ഓൾറെഡി എൻ്റെ കയ്യിലിരുന്ന ഒരു പേപ്പർ SBI മാനേജർ കണ്ടിട്ട് ഒരാവശ്യമില്ല, ഇത് യൂസ്ലെസ് എന്ന് പറഞ്ഞതാണ്. ആ ഞാൻ ഇങ്ങനെ അഡ്വക്കേറ്റ് എടുത്ത് വർത്താനം പറയുമ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു, വേറെന്തോ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിലെടുത്ത് കൊടുത്തപ്പോൾ ചോദിച്ചു, ഇങ്ങനത്തെ പഴയ എന്തെല്ലാം മുതൽ കയ്യിലിരിപ്പുണ്ടെന്ന് ചോദിച്ചു. അതുപോലെ ഇവരുടെ കയ്യിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റ് ഇട്ടാൽ ഒരുപാട് റെക്കമെൻഡേഷൻ ചെയ്യാനെല്ലാം പക്ഷെ ഒന്നും നടക്കില്ല, അവർ തരില്ലത്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഒരു പേപ്പറും കൂടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഫയലിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് ആ മനുഷ്യന് തരം നീട്ടി. പുള്ളി എന്നോട് പറഞ്ഞു, ക്രിസ്റ്റി ലക്കിയാന്ന് പറഞ്ഞു. ഞാൻ ആ നിമിഷം ഞാൻ ആദ്യമായിട്ട് ഒരാണ് അന്യമതസ്ഥൻ്റെ അടുത്ത് ഞാൻ എൻ്റെ കയ്യിൽ കൃപാസനത്തിൻ്റെ കൊന്തയും കാശ് രൂപം കൂടെ ഒരുമിച്ച് ഞാൻ ആ കൊന്ത ഇങ്ങനെ ഉയർത്തിയിട്ട് പറഞ്ഞു, മാതാവ് രക്ഷിച്ചു എന്ന്. ഞാൻ മറ്റു മതസ്ഥരുടെ മുമ്പിൽ എൻ്റെ പ്രാർത്ഥന എൻ്റെ സ്വകാര്യത അവരുടേതെന്ന് വിചാരിച്ചിരുന്ന ആളാണ്. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു. ആ നിമിഷം അത് കണ്ടാൽ ഇന്നേ വരെ ഒരു മനുഷ്യനും ബാങ്കുകാർ ഇത് മതി, ഇത് വെച്ച് നമുക്ക് ശരിക്കും അതല്ല ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ല, പക്ഷേ ഇത് മതി എന്ന് അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞു. പക്ഷേ ആ പേപ്പർ അതും വെറും ഇന്നത്തെ നമ്മുടെ സമയത്ത് A4 സൈസ് ഷീറ്റല്ല, 40-40 വർഷം മുമ്പുള്ള A4 സൈസ് ഷീറ്റിൻ്റെ എന്തായിരിക്കും അതിൻ്റെ രീതി എന്ന് ഓർക്കാമല്ലോ. അതും വെറുതെ ഒരു കാര്യമില്ല, അതും ഒഫീഷ്യലായിട്ടുള്ള ഒരു ഇതുമില്ല ആ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു പേപ്പർ ബാങ്ക് അംഗീകരിച്ചു. അതുപോലെ ഞാൻ ബാങ്കിൽ പോയിരിക്കുമ്പോഴും എന്തോ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഇത് പുള്ളി വായിക്കുകയും ഞാൻ പെട്ടെന്ന് എൻ്റെ കൈ താത്തിട്ട് ആ മനുഷ്യൻ്റെ കാലായിരുന്നു എനിക്ക് കാണാമെന്ന് ഒറ്റയേറ് ഇങ്ങനെ ഞാൻ എറിഞ്ഞിരിക്കും. ആ നിമിഷം തന്നെ ആ മനുഷ്യനെ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഡൗട്ട് ചോദിക്കാൻ വന്ന ഓഫീസറെ തിരിച്ചു വിട്ടു. അങ്ങനെ എനിക്ക് 100 അനുഭവം കിട്ടിയിട്ടുണ്ട്. അപ്പം പവർ ബോക്സിനെ ഞാൻ കാശുരൂപത്തെ വിളിക്കുള്ളൂ, കാരണം അതുപോലെ എനിക്ക് അനുഭവങ്ങൾ കിട്ടുള്ളൂ. അതിങ്ങനെ ഞാൻ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് അങ്ങനെ റെഡിയായി. അതുപോലെ ഈയിടെ ഞാൻ യൂണിവേഴ്സിറ്റി പോയപ്പം ഞാൻ സത്യം പറയാലോ, ഞാൻ വീട്ടിൽ വീട്ടിൽ നിന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. എനിക്ക് ജോസ് കെ മാണി MP ആയിട്ട് എൻ്റെ റിലേറ്റീവാണ്. അപ്പം എനിക്ക് അങ്ങനെ മേടിക്കാനാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ ചെന്ന് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് പോലും എനിക്ക് സാധിച്ചു തന്നു. അതുപോലെ തന്നെ ഞാൻ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് ദിവസമായിരുന്നു, ഒരുപാട് പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് ഒരുപാട് ഡിലേ വന്നു. ലാസ്റ്റ് മിനിറ്റിൽ എനിക്ക് ഇന്നലെ എൻ്റെ കാനഡയ്ക്കുള്ള വിസ നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ഇപ്പോൾ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ അമ്മ പോലും അത് അറിയുന്നേ. ഏറ്റവും ആദ്യം ഈ ആൾക്കാരെ സാക്ഷ്യം പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വരുമായിരുന്നു. അത് ഞാൻ എൻ്റെ ഉടമ്പടിയിലേക്ക് കയറുന്നതിന് മുമ്പേ ഇവിടെ വന്ന് ഞാൻ പത്രം മേടിച്ച്, അത് 4, 5, 6 കെട്ട് പത്രങ്ങൾ എല്ലാ തവണയും മേടിക്കാറ്. പല സ്ഥലത്തായിട്ട് ഞാൻ ഈരാറ്റുപേട്ടയിലെ പാലായിലെ എല്ലാ റോഡുകളിൽ കൂടെ പോയി ബസ് സ്റ്റാൻഡുകളിൽ നിന്നും ആ പത്രം കൊടുത്തിരുന്നേ. അതുപോലെ ഈയിടെ എൻ്റെ മുട്ടക്കയത്ത് പോയി ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ഓരോരോ പത്തനംതിട്ടയ്ക്ക്, കോട്ടയം, എറണാകുളം അങ്ങനെ പല ബസ്സുകളിൽ കയറി ഓരോരുത്തർക്കായിട്ട് ഞാനിങ്ങനെ പത്രം കൊടുക്കുകയും ചെയ്തു. ഞങ്ങൾ എപ്പോഴും പത്രം കൊടുക്കാറുണ്ട്. അത് ഞാൻ പത്രം ഇവിടുന്ന് കൊണ്ടുപോയി വീട്ടിൽ ചെന്നിട്ട് അതിൽ തൈലം തൊട്ട് ഓരോ പത്രത്തിലും വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചിട്ടാണ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കാറ്. അതുപോലെ തന്നെ കാശ് രൂപ ഞാൻ മറ്റുള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഉടമ്പടിയുടെ ഉപ്പും, കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവം കിട്ടിയിട്ടുള്ള അത് ഒക്കെ ഞാൻ മറ്റുള്ളവർക്കും കൊടുക്കാറുണ്ട്. ഉടമ്പടി ഇപ്പോൾ സാക്ഷി എപ്പോഴും തന്നെ മിക്കപ്പോഴും സ്റ്റാറ്റസ് ആയിട്ട് ഇടും, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഒരുപാട് പേരോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചിലർ ഇവിടെ ഞാൻ ഭയങ്കര തടസ്സമായി നിന്നിട്ടുള്ളവർ ഞാൻ പറഞ്ഞ ലൈറ്റ് ക്യാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ടിട്ട് അവരുടെ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തിരുന്നത് ഓർഫനേജ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗികളായിട്ടുള്ളവരുടെ വീടുകളിൽ ഞാനും അമ്മയും കൂടെ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ കൂടുതലായിട്ട് ഞാൻ ചെയ്തു ഒത്തിരി എമൗണ്ട് ഒന്നുമില്ല എൻ്റെ ഈ ചെറിയ ശമ്പളത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. കാരണം ഞാൻ പൈസയ്ക്ക് വേണ്ടി നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന ഒരു തുക ഞാൻ മറ്റുള്ളവർക്ക് എപ്പോഴും കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഇപ്പം വീഡിയോയിൽ കൂടെ വരുന്ന ചിലർ സഹായം ചോദിച്ചില്ല, അങ്ങനെയുള്ളവർക്ക്. അല്ലാതെ എനിക്ക് പരിചയമുള്ളവർക്ക്, പിന്നെ അമ്മയ്ക്ക് പരിചയമുള്ളവർ ഞാൻ അന്ന് പറയാതെ അമ്മ കൊടുക്കത്തില്ല, അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ മാതാവ് ഈശോയെ എനിക്ക് തന്ന ഒരുപാട് അനുഗ്രഹമുണ്ട്. ഇനിയും ഞാൻ പറയാൻ വിട്ടുപോയ അനുഗ്രഹങ്ങളുണ്ടാകും. കാരണം എണ്ണിയാൽ തീരാത്ത അനുഗ്രഹം. എൻ്റെ ജീവിതം മാതാവ് ഏറ്റവും ഇപ്പം എൻ്റെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ നേരെ വരച്ച ഏറ്റവും ആകാശം മുട്ടുന്ന ഒരു ഗ്രാഫ്. അതുപോലെ എനിക്ക് മാതാവിനെ നേരിട്ട് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ മുണ്ടക്കയത്ത് വെച്ച്, കാരണം അതുപോലെ ശോഭയുള്ള ഒരു സ്ത്രീ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത്ര ശോഭയുള്ള ഒരു മുഖം. എനിക്കിതിവിടെ പറയാൻ ചെറിയൊരു ചമ്മല് പോലെ ഉണ്ടായത്. കാരണം മനുഷ്യൻ വിശ്വസിക്കില്ലല്ലോ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടി ഇങ്ങനെ ബോധമില്ലാതെ പറയുന്നത് ചിന്തിക്കുമല്ലോ എന്നോർത്ത് ഞാൻ അമ്മയോട് മാത്രം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ഒരു സ്ത്രീ ഇന്ന് വരെ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ശോഭ അവരുടെ മുഖത്ത്, അത്രയ്ക്ക് തല ചിരി. എനിക്ക് അവരെ കണ്ട് അതും ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പം അച്ഛൻ്റെ കുരിശുരൂപം എൻ്റെ കയ്യിലോട്ട് തന്നപ്പോൾ എനിക്ക് കുനിയാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ എൻ്റെ തല വിറയ്ക്കുന്ന പോലെ ആയിരുന്നു. ആ സമയത്ത് ജനുവരി 14 എഴുതി കാണിച്ചു. ഞാൻ വിചാരിച്ച് വിസ കിട്ടാനെന്ന്. പക്ഷേ അന്നാണ് ഞാൻ മാതാവിനെ കണ്ടത്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അമ്മ എൻ്റെ കൂടെ വന്നത് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ജീവിതം അവസാനം വരെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കും. ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നു ഇനിയും പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവൃത്തി
അതിനുവേണ്ടി ഞാനിപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളൂ. അച്ഛൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ തവണ ബ്ലെസ്സിങ്ങിന് വന്നപ്പോഴും അത് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് എൻ്റെ ആവശ്യമൊന്നും ഞാൻ പറഞ്ഞില്ല, എനിക്കത് മാത്രം മതി. കാരണം അമ്മ അതുപോലുള്ള അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലോട്ട് തന്നിട്ടുണ്ട്, എന്നെ ഉയർത്തിയിട്ടുണ്ട്. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. യേശുവേ സ്തുതി, യേശുവേ ആരാധന. 34 സങ്കീർത്തനം 7 തിരുവചനം 7-8 തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. എങ്ങനെ ഉടമ്പടി ഈ മകളെ ഇന്ന് സാക്ഷ്യം പറയുവാൻ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ സാക്ഷിയായി ഈശോയെ മഹത്വപ്പെടുത്തുവാൻ ഈ മകള് എങ്ങനെ കഴിഞ്ഞു, ഈ മകൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ് തൻ്റെ ഓരോ അനുഭവങ്ങളും എണ്ണി എണ്ണി പറയുകയായിരുന്നു. തനിക്ക് എങ്ങനെയാണ് ഈശോയെ അനുഭവിക്കാൻ സാധിച്ചത്, തൻ്റെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു, ആർക്കും വേണ്ടാത്ത ഒരു വ്യക്തിയായി തന്നെ മാറ്റി നിർത്തിയ സാഹചര്യത്തിൽ നിന്ന് ഇന്നെങ്ങനെയാണ് ഈശോ തന്നെ എടുത്തുപയോഗിച്ചത്. എനിക്ക് കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യണം, അതൊന്നു മാത്രമാണ് എൻ്റെ നിയോഗം, എനിക്ക് വേറെ ആവശ്യങ്ങളൊന്നുമില്ല. അങ്ങനെ തൻ്റെ ജീവിതം ഇന്നൊരു സാക്ഷ്യമാക്കി ഈ മകൾ മാറ്റുകയാണ്. ചെറുപ്പക്കാരായ മക്കൾ അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചറിഞ്ഞ കർത്താവിനെ, രുചിച്ചറിഞ്ഞ കർത്താവിനെയാണ് അവർ പ്രഘോഷിക്കുന്നത്. അത് ആർക്കും നിരസിക്കാൻ സാധിക്കില്ല. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ഉടമ്പടിയിൽ നടക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ് തന്നെയാണത്. അത് ഈ മകൾ ഇവിടെ നിന്ന് ഇത് ഉദ്ഘോഷിക്കുമ്പോൾ തീർച്ചയായും അതുതന്നെയാണ് നമുക്കും മനസ്സിലാക്കുവാൻ കഴിയുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, കൃപകൾ ഉദ്ഘോഷിക്കുവാനും അതിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും നമുക്കും ഇടയാകട്ടെ. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. എൻ്റെ പേര് തോമസ് കുട്ടി എന്നാണ്. ഞാൻ കൂത്താളത്തു നിന്ന് വരുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഈശോ എന്നെ ഉയർത്തിയതിന് മാതാവിൻ്റെ തിരുക്കുമാരന് വരാൻ നന്ദി പറയുന്നു. ഞാൻ ഷെഫായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു സൗദിയിൽ. അത് കഴിഞ്ഞ് 2 കൊല്ലത്തെ കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്ന് മാൾട്ടയ്ക്ക് പോകാനായിട്ട് ഞാനൊരു ഏജൻറ്റ് വഴി പേപ്പർ സബ്മിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ആ സമയത്തായിരുന്നു എൻ്റെ ചേച്ചി ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തത്. അപ്പോൾ ചേച്ചി നിയോഗമായിട്ട് മാൾട്ടയ്ക്ക് പോകാനുള്ള കിട്ടാൻ വേണ്ടി വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെ പേപ്പർ വർക്കുകളൊക്കെ ഓക്കെ ആയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പേപ്പറെല്ലാം നമുക്ക് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കാണെങ്കിൽ VFS സബ്മിറ്റ് ചെയ്യാനായിട്ട് ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഇരുന്നിട്ട് VFSൽ ഡേറ്റ് കിട്ടാൻ വേണ്ടി പ്രെയർ റിക്വസ്റ്റ് ഒക്കെ ഇട്ട് പ്രാർത്ഥിച്ച് 2023 ആഗസ്റ്റിലേക്കാണ് കിട്ടിയത്. 2022 സബ്മിറ്റ് ചെയ്തത്, പക്ഷേ സബ്മിറ്റ് ചെയ്യാൻ ഇരുന്നത്, പക്ഷേ കിട്ടിയത് 2023. അപ്പോൾ ഒരു 8 മാസത്തിൻ്റെ ഡിസ്റ്റൻസ് വന്ന കാരണം നമ്മളത് ഏജൻറ്റിനോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അല്ലെങ്കിൽ ഹംഗറിക്ക് മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടി അത് ഹംഗറിക്ക് മാറ്റി വെച്ചു. അപ്പോൾ ആ സമയത്താണ് ചേച്ചി നാട്ടിൽ വന്നിട്ട് മറ്റേ തീർത്ഥാടന ഇതായിട്ട് ഉടമ്പടി എടുത്തത്. അപ്പോൾ ആ സമയം ചേച്ചി നിയോഗത്തിൽ വെച്ചായിരുന്നു ഗൾഫ് കൺട്രിയോ യൂറോപ്പോ എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് റെഡിയാണെന്ന്. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് VFS അപ്പോയിൻമെൻ്റ് എല്ലാം കിട്ടി, സബ്മിറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പുതിയ എന്താ റൂള് വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഇതിൽ ക്യാൻസലായിപ്പോയി. അപ്പോൾ പാസ്പോർട്ടെല്ലാം തിരികെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും ഒന്നുകൂടെ സബ്മിറ്റ് ചെയ്തു അടുത്ത മാസം തന്നെ. അപ്പോൾ അങ്ങനെ സബ്മിറ്റ് ചെയ്ത സമയത്തും കമ്പനിയുടെ പ്രശ്നം കൊണ്ട് ഒരുമിച്ച് ഒരു 90 പേരാണ് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ അത്ര ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്കത് ക്യാൻസലാകുമോ അല്ലെങ്കിൽ റിജക്ഷൻ ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്തായിരുന്നു ചേച്ചി 3ാമത്തെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത്. അപ്പോൾ ചേച്ചി 3ാമത്തെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ചേച്ചി പറഞ്ഞു ഏജൻറ്റ് പറ്റിക്കാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും ശരിയാക്കി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ റിജക്ഷൻ ക്യാൻസലൊന്നും ആകാതെ പാസ്പോർട്ട് തിരികെ കിട്ടാൻ സാധിച്ചു. അപ്പോൾ ആ സമയത്തെല്ലാം നമ്മൾ ഒരുപാട് വിഷമത്തിലായിരുന്നു. കാരണം കടം മേടിച്ചൊക്കെയാണ് നമ്മൾ ഇതിനെല്ലാം പൈസ ചിലവാക്കിയിരിക്കണേ. അപ്പോൾ കടമെല്ലാം കൂടി വന്നുകൊണ്ടിരിക്കുന്ന കാരണം എല്ലാവരുടെ അടുത്തും കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം എൻ്റെ ഒരിത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ സൗദിയിലേക്ക് തിരിച്ചു പോകേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അന്നേരം അതല്ലാതെ യൂറോപ്പിൽ പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വീണ്ടും അങ്ങനെ അതിനുവേണ്ടി നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് ജോലിക്കൊന്നും കറക്റ്റായിട്ട് പോകാൻ പറ്റിയിരുന്നില്ല. ഈ VFSനായിട്ട് മുംബൈക്ക് പോകണം, പിന്നെ പേപ്പർ വർക്കുകളായിട്ടൊക്കെ നടക്കുന്നതുകൊണ്ട് ഒന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ വീട്ടിലും കടങ്ങളായി, വീട്ടുകാർ വരെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഫ്രണ്ട്സൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ പോലും
നമ്മളെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നതാണോ അതോ കിട്ടിയെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണെന്ന് അറിയാത്ത അവസ്ഥ വരെയായി. കാരണം നമുക്കങ്ങനെ ഇവർ ചോദിക്കും കിട്ടിയില്ലേ, പോകാറായില്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് വിഷമമായിരുന്നു. പക്ഷേ ആ സമയത്ത് അങ്ങനെ പ്രാർത്ഥിക്കണേക്കുറിച്ചൊന്നും ഞാൻ അങ്ങനെ ഒത്തിരി ചിന്തിക്കാറില്ലായിരുന്നു. പ്രാർത്ഥിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ ചേച്ചി നിയോഗം വെച്ചാലും ചേച്ചിയുടെ ഇതുകൊണ്ട് എങ്ങനെയെങ്കിലും കിട്ടിപ്പോയാൽ നൈസായിട്ട് അങ്ങനെയൊക്കെ പോകാമെന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. പ്രാർത്ഥിക്കാമെന്നൊന്നും മൈൻഡിലേക്ക് വന്നില്ലായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്താലും ഈ പറയുന്നതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഫോളോ ചെയ്യാനൊക്കെ മടിയായതുകൊണ്ടും നമ്മൾ ഈ പ്രായത്തിൻ്റെ ഇതുകൊണ്ട് എന്തുകൊണ്ടും ചെയ്ത് നടക്കണമല്ലോ. ഇതിങ്ങനെ പ്രാർത്ഥിക്കാൻ രാത്രി അല്ലെങ്കിൽ സമയത്ത് പ്രാർത്ഥിക്കണം, രാവിലെ 5:30 എണീക്കണം, അതൊന്നും നമുക്ക് പറ്റത്തില്ല എന്നൊരു മൈൻഡായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഹംഗറിക്ക് കൊടുക്കാൻ പറ്റില്ല, അതും പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ യൂറോപ്പ് നോക്കിയിട്ട് കാര്യമില്ല, വേറെ എന്തെങ്കിലും ഗൾഫിലേക്ക് തന്നെ കയറി പോകാമെന്നുള്ള മൈൻഡായിരുന്നു. അപ്പോൾ ചേച്ചി ഇങ്ങനെ ആ സമയത്താണ് 3ാമത്തെ ഉടമ്പടിക്കായിട്ട് ചേച്ചി വരുന്നത്. ഈ 1 വർഷമായിട്ട് ചേച്ചി വരുമ്പോൾ എല്ലാം ഞാനിവിടെ വരാറുണ്ട്. പക്ഷേ ഞാനവിടെ ആ പുറകിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് ചുമ്മാ ഇരുന്ന് ചുമ്മാ ആദ്യം വരെ നമ്മൾ കുരിശ് വരയ്ക്കും, എന്നിട്ട് ജസ്റ്റ് അവിടെ പോയി ഇരിക്കുകയുള്ളൂ. അപ്പോൾ ചേച്ചി മേളിൽ പോയി ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്യും. നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി ഇവിടെ വെറുതെ ഇരിക്കും. എന്നിട്ട് എല്ലാ പ്രാവശ്യം പോലെ പുറത്തിറങ്ങി വല്ലതും കഴിച്ചിട്ട് ബസ്സിൽ കയറി വീട്ടിൽ പോകും. അല്ലാതെ നമുക്കിതൊരു പ്രാർത്ഥിക്കാനായിട്ട് വന്നിരുന്നുള്ളൊരു ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഇതുപോലെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞാൽ പത്രം കൊടുക്കണം, പിന്നെ നമ്മൾ ഈ സ്റ്റാറ്റസ് ഇടുക അല്ലെങ്കിൽ യൂട്യൂബിൽ സാക്ഷ്യം കാണുക, അതൊക്കെ എനിക്ക് പറ്റില്ല. ഞാൻ സാക്ഷ്യം കാണാൻ അത്ര സമയം ഇരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അത്ര നേരം സാക്ഷ്യം കാണണം, പിന്നെ ധ്യാനം കാണാനൊക്കെ ഇപ്പോൾ 2 മണിക്കൂർ ആ സമയമൊക്കെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഫോണിലല്ലാതെയൊക്കെ നമുക്കിപ്പോൾ കുത്തിക്കൊണ്ടിരിക്കണതിന് പ്രശ്നമില്ല, ഇതൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പിന്നെ പത്രം കൊടുക്കുമ്പോൾ ആൾക്കാർ കളിയാക്കുമെന്നും പിന്നെ ഫ്രണ്ട്സെല്ലാം ഇങ്ങനെ പറയാമായിരുന്നു. നീ ഇപ്പോൾ ഒരു പള്ളിയിൽ പോകുകയാണെങ്കിൽ തന്നെ ഫ്രണ്ട്സൊക്കെ പറയും ഇങ്ങനെ നിനക്ക് അച്ഛനാകാൻ പോകത്തില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കുകയും ചെയ്യും. അങ്ങനത്തെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ അതിലേക്ക് വരാൻ പറ്റുന്നില്ല. നമുക്ക് എപ്പോഴും അവരിങ്ങനെ ചോദിക്കും നമ്മളോട്, ഇപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് വന്നാലും നിനക്ക് കിട്ടത്തുള്ളൂ, അതുപോലെ ദൈവത്തിന് ഇപ്പോൾ പൈസ, ഇപ്പോൾ നമ്മൾ ഈ പൈസ കിട്ടുന്ന കാര്യമൊക്കെ പറയുമ്പോൾ പൈസ കൊണ്ടാണ് ദൈവം ജീവിക്കുന്നത്, അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ നമ്മളോട് ചോദിക്കാറുന്നു. അപ്പോൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അങ്ങോട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല. അത് എന്ത് ചെയ്താൽ അപ്പോൾ നമ്മൾ മൈൻഡ് എപ്പോഴും നമ്മളെ മാറിപ്പോകുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന അവസാനം ഈ ഹംഗറിയുടെ നമുക്ക് കിട്ടാതെ വന്നപ്പോഴാണ് ഇപ്പോൾ 3ാമത്തെ ഉടമ്പടി എടുത്തപ്പോൾ ചേച്ചി ഗൾഫിലേക്ക് വെച്ചു. ആ സമയത്ത് തന്നെ ഞങ്ങളിവിടെ മറ്റേ ജപമാല റാലിക്ക് വന്നതായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് പോയിട്ട് കാശി രൂപമൊക്കെ ചേച്ചി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് തന്നെയാണ് മറ്റേ കുവൈറ്റിലേക്ക് ഒരു ഇൻ്റർവ്യൂ വന്നത്. അപ്പോൾ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയ സമയത്ത് ചേച്ചി ഇങ്ങനെ കാശി രൂപം തരും. കാശി രൂപ എനിക്ക് ഓർമ്മ തന്നായിരുന്നു. പിന്നെ നമ്മൾ തൈലയൊക്കെ പെടുത്തി വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിട്ടാണ് പോകാറ്. പിന്നെ ഉപ്പും എനിക്ക് തന്നു വിടുമായിരുന്നു. ആ സമയത്ത് ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് പുറത്തിട്ടിട്ടാണ് കയറാറ്. അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ സാധാരണ നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നേരെ കയറി ചെന്നിട്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂവിനെ പോകുന്നതെന്നുള്ള മൈൻഡൊന്നും നമുക്കില്ല. നമ്മൾ നേരെ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ സാധാരണ ഒരാളെ പോലെ കാണുന്നത് എന്ന് വെച്ചാൽ നമ്മളവരെ വിഷ് ചെയ്യുമോ അല്ലെങ്കിൽ അവരെ ചിരിച്ച് കാണിക്കുകയൊന്നുമില്ല. നമ്മളൊരു ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് കാണിക്കുമായിരുന്നു അവരുടെ അടുത്ത് വെറുതെ ഒരു കാര്യമില്ലാതെ. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഇങ്ങനെ കാശി രൂപമൊക്കെ ആയിട്ട് പോയിട്ട് ഞാൻ കയറി ചെന്നപ്പോൾ തന്നെ എനിക്ക് അവരോട് ഗുഡ് മോർണിംഗ് പറയാൻ എനിക്ക് ചിരിക്കാനൊക്കെ പറ്റി. അപ്പോൾ അവരെന്നെ എന്തോ അറിയുന്ന ആൾക്കാരെ പോലെയൊക്കെ എന്നോട് സംസാരിക്കുന്നത് എനിക്ക് തോന്നി. നേരത്തെ പരിചയമുള്ളവരെ പോലെ ഭയങ്കര ഫ്രീ ആയിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് എന്നോട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല. ജസ്റ്റ് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവർ താല്പര്യം ഉണ്ടെങ്കിൽ അന്ന് ജോയിൻ ചെയ്തോളാനൊക്കെ പറഞ്ഞ് എനിക്കന്ന് എന്നെ അവർ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ പിന്നെ ഓഫർ ലെറ്റർ വാങ്ങാനായിട്ട് പോയി. ഓഫർ ലെറ്ററും കിട്ടി. അപ്പോൾ ഉദ്ദേശിച്ച സാലറിയും കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച പോലെ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതിനുവേണ്ടി പിന്നെ മെഡിക്കലിന് വേണ്ടി നമ്മൾ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ മെഡിക്കലിന് ആയിട്ട് പോയപ്പോഴാണ് ഞങ്ങൾക്ക് പിന്നെ ഒരു തിരിച്ചടി കിട്ടിയത്. മെഡിക്കലിന് പോയ സമയത്ത് ഹേർട്ടിൻ്റെ അവിടെയായിട്ട് എന്തോ പാച്ചസ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമുക്ക് കുവൈറ്റിലേക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അതിന് പ്രോബ്ലമായി. അപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് അതും കിട്ടാതെ വന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ അധികം പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ഇടയ്ക്കൊക്കെ ചൊല്ലും. ജപമാല പിന്നെയും കുറച്ചും കൂടി കറക്റ്റായിട്ട് ചൊല്ലുന്നുണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ ഇത് വെച്ചിട്ട് ചേച്ചിയുടെ പ്രാർത്ഥന കൊണ്ടൊക്കെയാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിനൊക്കെ എനിക്ക് കുഴപ്പമില്ല കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതും പോയി. മൊത്തത്തിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആരോട് സഹായം ചോദിക്കണമെന്ന് അറിയത്തില്ല. എല്ലാവരുടെ ഭാഗത്തുനിന്നും പ്രശ്നങ്ങളാണ്. അവസാനം ദൈവത്തോട് തന്നെ വരണമെന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ തന്നെ പിന്നെ തീരുമാനം എടുത്തു തന്നെ പിന്നെ ഉടമ്പടി എടുത്തേക്കാം. ഇനി ഉടമ്പടി എടുക്കാത്തതുകൊണ്ടായിരിക്കും എല്ലാ പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ നിൻ്റെ വിശ്വാസം കൂട്ടാൻ വേണ്ടി മാതാവ് അങ്ങനെ ഒരു തന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനും ചേച്ചിക്ക് അന്ന് നവംബർ 12-ാം തീയതി ചേച്ചിക്ക് 4ാമത്തെ ഉടമ്പടി പുതുക്കണ ദിവസമാണ്. അപ്പോൾ അന്ന് ഞാൻ ചേച്ചിയുടെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ചേച്ചി ഇവിടെ നിന്ന് കുർബാന ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഈ മുല്ലപ്പൂവിൻ്റെ പോലത്തെ മണം ഇവിടെ നിന്ന് വന്നു. അപ്പോൾ ചേച്ചിക്കും അത് തന്നെ കിട്ടി, എനിക്കും അത് തന്നെ കിട്ടി. അപ്പോൾ മാതാവ് അടുത്ത് വന്നതായിട്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.
അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾക്ക് പിന്നെ എന്ന് വന്നാലും ഇവിടെ തിരക്ക് കാണുന്ന കാരണം എനിക്ക് ഉടമ്പടി എടുക്കാൻ കയറാനൊക്കെ മടിയായിരുന്നു. പക്ഷേ അന്ന് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു ഉടമ്പടി എടുക്കുന്ന ഇങ്ങനെ പറയുന്നതുകൊണ്ട് തോന്നിയ പോലെ വന്ന കാരണം ഞാൻ കയറി ഉടമ്പടി എടുത്തു. നവംബർ 12-ാം തീയതി ഉടമ്പടി എടുത്തിട്ട് ഇവിടുന്ന് പോയി. പിന്നെ എറണാകുളത്തൊരു റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഓൺലൈൻ വഴി അത് അറ്റൻഡ് ചെയ്തു. അപ്പോൾ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ ഇൻ്റർവ്യൂവിന് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് തന്നെ ഒരു വിസ അവിടെ നിന്ന് അയച്ചു തന്നു. പിന്നെ എന്നെ മെഡിക്കൽ ചെയ്തു. മെഡിക്കലിൻ്റെ സമയത്ത് ഞാൻ മെഡിക്കലിന് മുമ്പ് തന്നെ അന്ന് ആദ്യത്തെ മെഡിക്കൽ എനിക്ക് പോയപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ നെഞ്ചിൽ ഇങ്ങനെ കുരിശ് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ ദിവസവും. ഈ പ്രതിഷ്ഠിക്കാരൻ്റെ പ്രാർത്ഥന ചൊല്ലുമ്പോഴും പിന്നെ സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോഴൊക്കെ കുരിശ് വരച്ചെല്ലാം തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ സൗദിക്കുള്ള മെഡിക്കലിൽ എനിക്ക് പ്രശ്നമില്ലാതെ അവിടെ മെഡിക്കലിൽ ചെന്നപ്പോൾ ഡോക്ടർമാർ ചെക്ക് ചെയ്ത പോലെ എനിക്ക് പോകാനൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ സ്കാനിങ്ങിലൊന്നും പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അതിന് മെഡിക്കലിന് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ നവംബർ 12-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഡിസംബർ 18-ാം തീയതി ഒക്കെ ആയപ്പോൾ എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നു. ഇപ്പോൾ ഈ മാസം 26-ാം തീയതി ഞാൻ സൗദിക്ക് പോവാണ്. അപ്പോൾ ഉദ്ദേശിച്ചിരുന്ന സാലറിയും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലോ ജോലി കിട്ടിയിട്ടുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോകാറുണ്ടായിരുന്നു. ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് അവരെയുള്ള ആൾക്കാരെ കാണുക. പിന്നെ ഒരു നേരത്തെ ഭക്ഷണമൊക്കെ അവർക്ക് മേടിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ ഈ വഴിയരികിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഫുഡ് വാങ്ങി കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അറിയാവുന്നവർക്കൊക്കെ നമ്മളിങ്ങനെ സാക്ഷ്യം ഷെയർ ചെയ്യാനും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഒത്തിരി പ്രാർത്ഥനയിലേക്ക് കൂടുതൽ ഇതാകാൻ പറ്റിയത്. കാരണം നമുക്ക് ഈ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അല്ലാതെ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്നോ അല്ലെങ്കിൽ എങ്ങനെ പ്രാർത്ഥിച്ചാൽ ഈ ഇതിൻ്റെ രീതി എങ്ങനെയാണെന്നൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. ഇവിടെ വന്ന് ജസ്റ്റ് കുരിശ് വരച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നല്ലാതെ ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം എങ്ങനെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കെന്തോ ഒരു പവർ കിട്ടിയ പോലെ ഉണ്ട്. പിന്നെ എവിടെ പോയാലും നമുക്കൊരു ശക്തി നമ്മുടെ കൂടെ ഉള്ള പോലെയാണ്, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ എവിടെ ചെന്നാലും നമുക്കൊരു ഫസ്റ്റ് നമുക്കെല്ലാം നടന്നു പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ക്യൂ നിൽക്കണ പോലെ അല്ലാതെ ഫസ്റ്റ് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ നടക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇതൊക്കെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് വന്നത്. പിന്നെ ഇതെല്ലാം എനിക്ക് നേടി തന്ന മാതാവിനും തിരുക്കുമാരനും വരാനും നന്ദി. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം തിരുവചനമാണ്. കൃപാസനത്തിലേക്ക് പല പ്രാവശ്യം കടന്നു വരുന്നുണ്ട്. തൻ്റെ ചേച്ചി ഉടമ്പടി എടുത്തു. ഉടമ്പടി പുതുക്കാനൊക്കെ വരുമ്പോൾ അങ്ങനെ 3 പ്രാവശ്യവും വന്നു പോകുന്നു. തനിക്കുണ്ടായിരുന്ന ഒരു ജോലി കൂടി കളഞ്ഞിട്ടാണ് പിന്നീട് യൂറോപ്പിലേക്ക് പോകണം. ആ ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടാണ് യൂറോപ്പിലേക്ക് പോകണമെന്നുള്ള ഒരു ആഗ്രഹത്താൽ സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് വരികയും പിന്നീട് 2 വർഷമായി യാതൊരു വിധത്തിലും തനിക്ക് പോകുന്നതിനുള്ള ഒരു കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുന്നില്ല. അതാണ് നാം കേട്ടത്. ഉടമ്പടി 4-മത് ഇവിടെ വരുമ്പോൾ പിന്നീട് എങ്ങനെ ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയിലൂടെ പിന്നീട് എങ്ങനെയാണ് വ്യക്തി ജീവിതത്തിലെ മാറ്റങ്ങൾ വരുന്നത്. തിരുവചനം പറയുന്നു, അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. ജീവിതത്തിൽ നമുക്ക് തമ്പുരാൻ നൽകുന്ന കൃപകൾ സ്വീകരിക്കുവാൻ നമ്മെ തന്നെ അർഹരാക്കുന്നത് നമ്മുടെ മെറിറ്റല്ല, കർത്താവിൻ്റെ കൃപയാണ്. നാം എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവരാണെന്നും എന്താണെന്നും തമ്പുരാൻ അറിയാം. എന്നാൽ നാം നമ്മെ തന്നെ തമ്പുരാനോട് സഹകരിച്ച് ദൈവത്തോട് സഹകരിച്ച് നാം നമ്മെ തന്നെ ഒന്ന് മാറ്റുവാൻ തയ്യാറാകുമ്പോൾ അവിടെ പിന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ഈശോ തയ്യാറാണ്. ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തയ്യാറാണ്. അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. അങ്ങനെ തൻ്റെ തടസ്സങ്ങളെല്ലാം മാറി നല്ല ഒരു രീതിയിൽ ഈശോയോടുള്ള ദൈവസ്നേഹത്തോടെയുള്ള ഒരു ബന്ധത്തിലേക്ക് അടുക്കുവാനും ഇന്ന് പലരും ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും തൻ്റെ കൂട്ടുകാർക്കൊക്കെ ഒരു മറുപടി പറയുവാൻ തക്ക രീതിയിൽ ഈ മകനെ ഈശോ വളർത്തിയിരിക്കുകയാണ്. ഈ കൃപാസനാൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്ന ഈ മക്കളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.